വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം എന്നെ ക്ഷണിച്ച ആമേൻ ജിസി സിസ്റ്ററിനായി സെലിൻ സിസ്റ്ററിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഈ ദിനം യഹോവ നിർമ്മിതമാണ്. നമുക്ക് തമ്മിൽ പരിചയമില്ലെങ്കിലും നമ്മളെ എല്ലാവരും കണക്ട് ചെയ്യുന്നത് ഹല്ലേലൂയ ഹാലലുയ. ഇന്ന് ഹാലലുയ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. എന്റെ പേര് ഷേർലി ജോൺ. ഞങ്ങൾ കുടുംബമായി ബഹ്റൈനിലായിരിക്കുന്നു. കഴിഞ്ഞ 7 വർഷക്കാലമായി ബഹ്റൈന്റെ പട്ടണത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ നടത്തി വരുന്നു. ഹാലലുയ സ്തോത്രം. വിവിധ ജാതി മതസ്ഥര് ആമേൻ ഈ പ്രയർ ഗ്രൂപ്പില് കടന്നു വരികയും ഒരുമിച്ച് ആരാധനയിൽ ഞങ്ങള് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിന്റെ വലിയ ഈ ദിവസങ്ങൾ കാണുകയും ചെയ്യുന്നു. ഹാലലിയ സ്തോത്രം. എന്റെ ഹസ്ബൻഡിന്റെ പേര് ജോൺ ജോർജ് എന്നാണ്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഹാലലിയ സ്തോത്രം. കിങ് ജീസസ് റിവൈവൽ മിനിസ്ട്രി എന്നാണ് ഞങ്ങളുടെ ചർച്ചിന്റെ പേര്. ഈ സഭയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുമാറാകണമേ. സ്തോത്രം. ഹാലലിയ ഹാലലിയ സ്തോത്രം. നീ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം നമുക്ക് ഒരുമിച്ച് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും സ്ത്രീകളാണ്. നമ്മൾക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ചിന്തിക്കാം. ഒരുമിച്ച് ആ വേദ വാക്യങ്ങളിലൂടെ നമുക്ക് പോകാം. അതിനാസ്പദമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സഭയ്ക്ക് വേണ്ടി ആമേൻ പറഞ്ഞിരിക്കുന്ന വേദ വചനം യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. സ്തോത്രം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. സ്തോത്രം. ഹാലലിയ സ്തോത്രം. നമുക്ക് ഈ വാക്യം ഓർത്ത് ഒരു നിമിഷം ഹാലലിയ സ്തോത്രം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹാലലിയ. പരിശുദ്ധാത്മാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം അങ്ങയുടെ വചനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ സഭ അങ്ങയുടേതാണ്. അടിയങ്ങൾ ഓരോരുത്തരും അങ്ങയുടേതാണ്. കർത്താവെ, ഈ വചനം ഇന്ന് പകലിൽ അടിയങ്ങളുടെ ജീവിതത്തിന് മേൽ ക്രിയ ചെയ്ത് 100 മേനിയായി ഫലം കായ്ക്കേണ്ടതിന് അടിയങ്ങളെ സമർപ്പിക്കുന്നു. മുഴുവൻ മഹത്വവും അവിടത്തേക്ക് തന്നെ തരിക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആ വേദപാഠം ഒന്ന് കാണാതെ മനഃപ്പാഠമാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. അല്ലെ, ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ് നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, എങ്കിലും ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന അവയവമാണ് നാവെന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും നമ്മൾ കൈകൊണ്ടോ കാലുകൾ കൊണ്ടോ മറ്റുള്ള അവയവങ്ങൾ കൊണ്ടോ ചെയ്യുന്നതിലും ഏറ്റവും അധികം പാപം നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുന്നു. നമ്മളെ പണിയുവാനും നമ്മളെ ഇടിച്ചു കളയുവാനും എല്ലാം ഏറ്റവും അധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് നാവ്. ഹല്ലേലൂയ. ആ നാവിന്റെ പ്രാധാന്യം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിടുതല. ഹല്ലേലൂയ ഹാലലിയ സ്തോത്രം. അത് നമ്മൾ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കണം. ഹാലലിയ സ്തോത്രം. നമുക്ക് അറിയാം, ഒരാളെ കുറ്റം പറയണമെങ്കിൽ ആ വ്യക്തി നമ്മുടെ അടുത്ത് വേണ്ട. സ്തോത്രം. എത്ര ആമേൻ വിദേശ രാജ്യങ്ങൾ ഏതെല്ലാം കോണ്ടിനെന്റിൽ ഇരുന്നാലും നമുക്ക് അവരെ കുറിച്ച് നമുക്ക് കുറ്റം പറയാം, നല്ലതും പറയാം, നമുക്ക് കുറ്റവും പറയാം. എങ്കിലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുവാനാണ് നമ്മളുടെ നാവ് ഉപയോഗിക്കുന്നത്. അവരവരെ തന്നെ. ഇത് പറയുമ്പോൾ ഞാൻ എന്നെയും കൂടിയാണ് ശോധന ചെയ്യുന്നത്. ഇത് കർത്താവ് എനിക്കും കൂടെ തന്നതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിനകത്ത് എങ്ങനെ വ്യത്യാസം വരുത്താം, എങ്ങനെ നമുക്ക് ഉണർവിലേക്കൊന്ന് കാലെടുത്ത് വെക്കാം, അതിന്ന് പകൽക്കാലം എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതലാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ നാവ് ഉപയോഗിച്ച് നമുക്കൊരു വ്യക്തിയെ കൊല്ലാൻ പോലും പറ്റും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നാവ് ഉപയോഗിച്ച് ഒരു വ്യക്തിയെ നമുക്ക് ജീവിപ്പിക്കുവാനും പറ്റും. അപ്പോൾ നമ്മുടെ നാവിന് എന്തെല്ലാം ശക്തിയുണ്ടെന്ന് ഇന്ന് പകലിൽ നമ്മളൊന്ന് തിരിച്ചറിയണം. അപ്പൊ ഒരു വ്യക്തിയെ കൊല്ലാൻ പറ്റും, ഒരു വ്യക്തിയെ ജീവിപ്പിക്കാൻ പറ്റും, കുറ്റം പറയുവാൻ പറ്റും, നല്ലത് പറയുവാനും കൊണ്ട് പറ്റും. അപ്പൊ ഇന്ന് പകൽക്കാലം നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്? ഹല്ലേലൂയ സ്തോത്രം. എത്രയോ തവണ നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ മുറിപ്പെടുത്തി. ഹല്ലേലൂയ. നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? നമ്മളുടെ ജനിച്ച സമയം മുതൽ, അറിവായ സമയം മുതൽ ഈ നിമിഷം വരെ, നമ്മുടെ ബാല്യത്തില്, നമ്മുടെ കൗമാരത്തില്, നമ്മുടെ യൗവനത്തില്, നമ്മുടെ വാർദ്ധക്യത്തില്, ഈ സമയങ്ങളിലൊക്കെയും
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം നിലവാരത്തിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് മുറിവേറ്റു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അത് നമുക്കൊന്ന് ഓർത്തെടുക്കാനെ കൊണ്ട് പറ്റുമോ? കർത്താവെ, ഞാനിത് കേൾക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തെ ആമേൻ കർത്താവെ ഞാനിത് ശോധന ചെയ്യുകയാണ്. അറിഞ്ഞും അറിയാതെയും എന്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ വന്നു. വാക്കുകൾ കൊണ്ട് ഞാൻ അനേകരെ കുറ്റപ്പെടുത്തി. ഒന്നും വേണ്ട, പുറത്തേക്ക് ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ. നമ്മുടെ ഭവനത്തിനകത്ത് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ കൂട്ടാളികള്, ആമേ നമ്മുടെ മക്കള്, നമ്മുടെ ഭർത്താവ്, അമ്മയപ്പന്മാരെല്ലാം ഉണ്ടല്ലോ. ഇവരോടൊക്കെയുള്ള നമ്മുടെ സമീപനം നാവുകൊണ്ട് എങ്ങനെയായിരുന്നു എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം നമ്മൾ പറഞ്ഞ് നമ്മുടെ സർക്കിളിനെ അനുഗ്രഹമാക്കിയോ ശാപമാക്കിയോ? ഇന്ന് പകൽക്കാലം നമുക്ക് അതാ ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 49-50 വാക്യങ്ങളിൽ ഇപ്രകാരം കർത്താവ് വ്യക്തമായി സംസാരിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 49-50 ഈ വാക്യങ്ങൾ പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തു, ദൈവത്തിന്റെ ആമേൻ ഏകജാതനായ പുത്രൻ, ഹല്ലേലൂയ സ്തോത്രം, തന്നെ പറയുകയാണ്, ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല. വേണമെങ്കിൽ കർത്താവിനെ സംസാരിക്കാമായിരുന്നു. സ്വർഗത്തെ പറ്റി മൊത്തം അറിയാം, പിതാവിനെ പറ്റി അറിയാം, വിശുദ്ധന്മാരെ പറ്റി, ദൂതന്മാരെ പറ്റി, സാറാഫുകളെ പറ്റി, ഖറൂബുകളെ പറ്റി, ഈ പ്രപഞ്ചത്തെ പറ്റി, എല്ലാവരെയും പറ്റി അറിയാവുന്ന കർത്താവിന് വേണേ അധികമായി പറയാമായിരുന്നു. പക്ഷേ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ പോലും നമ്മളോട് പറയുന്നത്, ഞാൻ സ്വയമേ ഒന്നും സംസാരിച്ചിട്ടില്ല, എന്റെ പിതാവിൽ നിന്ന് കേട്ടതല്ലാതെ മറ്റൊന്നും ഞാൻ ഈ ലോകത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പിതാവ് ഇന്നത് കൽപ്പിക്കണമെന്ന് പറഞ്ഞു, അത് മാത്രമാണ് ഞാൻ കൽപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളോ? ഹല്ലേലൂയ സ്തോത്രം. പുരുഷന്മാർ ആമേൻ 15,000 വാക്കുകൾ സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സ്ത്രീകൾ, പുരുഷന്മാർ 7,000 വാക്കുകൾ സംസാരിക്കുമ്പോൾ സ്ത്രീകൾ 15,000 വാക്കാണ് സംസാരിക്കുന്നത് ഒരു ദിവസം എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പുരുഷന്മാർ വളരെ കുറച്ച് വാക്കുകൾ പറയുമ്പോൾ സ്ത്രീകൾ അതിന്റെ ഡബിളായിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കാരണം നമ്മൾ ആരും ഇല്ലെങ്കിൽ പോലും ഹല്ലേലൂയ നമ്മൾ ശരിക്കും പറയുന്നവരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഫോണിൽ കൂടെ ആണെങ്കിലും മതി. ഹല്ലേലൂയ. നമുക്കൊരു വ്യക്തി അടുത്ത് വേണമെന്നില്ല. ഇവിടെ കർത്താവ് തന്റെ വാക്കിനെ ആമേൻ എത്രത്തോളം സൂക്ഷിച്ചു. പക്ഷേ കർത്താവിന്റെ സൃഷ്ടികളാകുന്ന നമുക്ക് നമ്മുടെ വാക്കുകളെ ഒന്ന് സൂക്ഷിക്കുവാൻ പറ്റുന്നുണ്ടോ? ഇന്ന് പുത്രനെ നമുക്കൊന്ന് നോക്കണം. പുത്രൻ നമ്മളുടെ മുൻപാകെ സാക്ഷ്യത്തോടെ നിന്നിട്ട് പറയുകയാ, കർത്താവ് പിതാവ് പറഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നോട് എന്ത് പറഞ്ഞു അതിലൊരു വാക്ക് ഞാൻ അങ്ങോട്ടും കൂട്ടിയിട്ടില്ല, ഇങ്ങോട്ടും ഞാൻ കുറച്ചിട്ടില്ല. സ്തോത്രം. പക്ഷെ നമ്മളോ അധികമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ശരിയാണോ? ഹല്ലേലൂയ സ്തോത്രം. വചനം വ്യക്തമായി അങ്ങനല്ലേ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. കാരണം നിത്യജീവന്റെ മൊഴികളാണ് കർത്താവായ യേശുക്രിസ്തു എപ്പോഴും പറയുന്നത്. നമ്മളോ? നിത്യജീവന്റെ മൊഴികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ നിത്യജീവന്റെ മൊഴികൾ നമ്മുടെ കയ്യിലുണ്ട്. വചനം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. പക്ഷെ നമ്മൾ നാം ഉപയോഗിച്ച് പറയുന്നത് നിത്യജീവന്റെ മൊഴികളാണോ? ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം നമ്മൾ നോക്കണം. ശരിയാണ്, ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ എത്രയധികം നമ്മൾ വചനം പറയുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ടോ, സ്തോത്രം നമ്മൾ പറയുന്നുണ്ടോ, സ്തുതി കൊടുക്കുന്നുണ്ടോ? വിശുദ്ധന്മാർ രാപ്പകൽ, ദൂതന്മാർ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നു. അവർ മറ്റൊന്നും പറയുന്നില്ല. ഹല്ലേലൂയയും സ്തുതിയും സ്തോത്രവും എന്തിനു വേണ്ടി കർത്താവ് തങ്ങളെ സൃഷ്ടിച്ചുവോ അതേ പ്രവൃത്തികൾ അവർ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. നിത്യജീവന്റെ മൊഴികൾ. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കിന് ശക്തിയുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ വാക്കിനും ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതിന്ന് പകൽക്കാലം നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ ഹല്ലേലൂയ അക്ഷരാർത്ഥത്തിൽ ഒരു വ്യക്തിയായി കർത്താവായ യേശുക്രിസ്തു ആമേൻ നമ്മളുടെ ഇടയിൽ ഇപ്പോൾ ഇറങ്ങി വരത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ചിലർ സാക്ഷ്യം പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു എന്റെ റൂമിൽ വന്നു എന്ന്. എന്നാൽ എല്ലാവരുടെ അടുക്കൽ അങ്ങനെ വരുന്നില്ല. ആമേൻ. ഈ വചനം നമ്മളുടെ കൂടെ ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആമേൻ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ
വസിക്കുന്നു, വചനവും നമ്മുടെ അരികെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ ശോധന ചെയ്തിട്ട് ലോകത്തിലെ ആകാത്ത വാക്കുകൾ എല്ലാം മാറ്റിയിട്ട് നമ്മൾ ദൈവവചനം പറയണം. ജീവിപ്പിക്കുന്ന വചനം നമ്മുടെ നാവിലൂടെ നമ്മൾ പറയണം. ഹല്ലേലൂയ. ദൈവം പറയുന്നു ഹല്ലേലൂയ, സ്തുതിയും സ്തോത്രവും നമ്മൾ കൊടുക്കണമെന്ന്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളോട് സംസാരിക്കുമ്പോൾ ആമേൻ, നമ്മൾ എത്ര പേർ സ്തോത്രം പറയുന്നു? സ്തോത്രം 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 നമ്മൾ എത്ര പറയുന്നു? ആമേൻ. ഹല്ലേലൂയാഹ്, ഹയ്യാഹിന് നമ്മൾ എത്ര ഹല്ലേലൂയ പറയുന്നു? ഹല്ലേലൂയ. നമ്മൾ പറയുന്ന സ്തുതിയിലും സ്തോത്രത്തിലും വസിക്കുന്നവനാകുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അതോ ഈ ലോകത്തിന്റെ മ്ലേച്ഛകരമായ ചീത്ത വാക്കുകളാണോ, ഏറ്റവും അധികം നെഗറ്റീവ് വാക്കുകളാണോ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് നമ്മളുടെ ആകാരമോ വടിവുകളോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ നിറമോ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ജാതിയോ മതമോ ഒന്നുമല്ല പ്രിയമുള്ളവരെ പ്രശ്നം. അതൊന്നും ഒരു വിഷയമേ അല്ല കർത്താവിന്. കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. നമ്മൾ എങ്ങനെ ഇരുന്നാലും മതി, നമ്മുടെ സൗന്ദര്യം എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, കർത്താവാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന നമ്മൾ ആമേൻ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ നാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കെല്ലാവർക്കും കാനാവിലെ കല്യാണത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്താണ് സംഭവിച്ചത്? കർത്താവായ യേശു ക്രിസ്തു ആമേൻ അതുവരെ തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയിട്ടില്ല. ആമേൻ. അവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് കണ്ടപ്പോൾ മറിയ പറഞ്ഞതെന്താ? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ആ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യണം. കാരണം മറിയയ്ക്കറിയാം ഈ പുത്രൻ ആരാകുന്നുവെന്ന്. ഇവൻ സാക്ഷാൽ ഒരു തച്ചന്റെ മകനല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ മറിയ അവിടെ കൂടി നിന്നവരോട് പറയുകയാണ്, നിങ്ങളോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, ശിഷ്യന്മാരോട് പറയുകയാണ്, വിട്ടുപിരിയാതെ കർത്താവിനോട് കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യണം, കാരണം അവന്റെ വാക്കിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നത് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്നാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവ് ചെയ്തതിലും അധികം ചെയ്യുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നാവിന് അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ മറിയയ്ക്കറിയാം അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ രോഗം മാറും. അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ ആമേൻ നമ്മുടെ സ്ഥിതിഗതികൾ മാറും. അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ ആമേൻ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറും. സ്തുതിച്ചാൽ സ്തുതി നമ്മുടെ സ്ഥിതിയെ മാറ്റും. ഹല്ലേലൂയ. നമ്മൾ ഇതൊന്നും ചെയ്യാതെ പ്രാർത്ഥിക്കുന്നവരെ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എന്നിട്ട് എന്റെ വിഷയത്തിനകത്തൊരു മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ നമ്മളെ കൂടെ ഒന്ന് ശോധന ചെയ്യണം. അധികാരത്തോടുകൂടി നമ്മൾ ഇന്ന് രോഗത്തിന്റെ അവസ്ഥയിലാണോ? പ്രിയമുള്ളവരെ, നാവെടുത്ത് പറയണം, ആമേൻ, യേശുവിന്റെ നാമത്തിൽ രോഗശക്തികൾ വഴിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു കഴിഞ്ഞുള്ള വചനപ്രകാരം ഈ രോഗം സൗഖ്യമാകട്ടെ. ഒരു രോഗം കാണുമ്പോഴത്തേക്ക് ഇതോടുകൂടെ ഞാൻ തീർന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ മരണപ്പെട്ടു പോകുമെന്നുള്ള ചിന്തകൾ മുഴുവൻ മാറ്റിവെച്ചിട്ട് അധികാരത്തോടുകൂടെ കൽപ്പിക്കുവാൻ നമ്മൾ റെഡിയാണെങ്കിൽ പ്രിയമുള്ളവരെ, ആമേൻ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കർത്താവ് റെഡിയാണ്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ഈ അധികാരമുള്ളവൻ ആമേൻ സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ നമുക്കും അധികാരം തന്നിരിക്കുന്നു. ഇവിടെ സാക്ഷാൽ മറിയ വെളിപ്പെടുത്തുകയാണ് ഹല്ലേലൂയ തന്റെ പുത്രൻ ആരാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വന്നിട്ടുള്ളവൻ ആരാണെന്ന് ആമേൻ മറിയ വെളിപ്പെടുത്തി. സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു താൻ ആരാണെന്ന്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളും വെളിപ്പെടുത്തി കൊടുക്കണം ഈ കർത്താവ് ആരാണെന്ന്, ഈ കർത്താവിലൂടെ നമ്മൾ ആരാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നമ്മളെ ഒന്ന് വിശ്വസിക്കണം. ഞാൻ പറഞ്ഞാലും ചിലത് സംഭവിക്കും. ഞാൻ പറഞ്ഞാലും ആമേൻ ഈ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞാൽ അത്ഭുതം നടക്കും, രോഗം വഴിമാറും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദേശത്തിന്റെ സ്ഥിതിഗതികൾ മാറും, വ്യക്തി ജീവിതങ്ങളുടെ സ്ഥിതികളെ മാറ്റും. ആമേൻ, ഭവനത്തിനകത്തെ സ്ഥിതികൾ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ മറിയയുടെ അടുത്ത് ചെന്നിട്ട് ദൂതൻ പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആകയാൽ ഉത്ഭവിക്കുന്നത് ഒരു
വിശുദ്ധ പ്രജയായിട്ട് മാറും. ഹല്ലേലൂയ. ഈ ദൂത് പറഞ്ഞത് ആമേൻ ആമേൻ ഇത് കേട്ടത് മറിയയാണ്. ആമേൻ ആമേൻ. അതുകൊണ്ട് മറിയയ്ക്കറിയാം ഈ കർത്താവ് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും, ആ പറയുന്നത് തന്നെ സംഭവിക്കും. പ്രിയമുള്ളവരെ, ഈ കർത്താവ് പറഞ്ഞത് എന്താ? ഞാൻ പോകുക, ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ വരും. അപ്പോൾ ഈ കാര്യസ്ഥൻ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ ഈ ലോകത്തെക്കാൾ വലിയവനാകൊണ്ട് ആമേൻ ഈ കർത്താവിന്റെ നാമം എടുത്ത് നമ്മൾ പറയുന്നതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പറയാനെന്ന് റെഡിയാകണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ വലിയവനാകും, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ നമ്മളും അത്യുന്നതന്റെ മക്കളാ പ്രിയമുള്ളവരെ. സ്തോത്രം. മക്കള് പറഞ്ഞാൽ ആമേൻ, മക്കൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. മക്കള് പറഞ്ഞാലും സംഭവിക്കും. ഇന്ന് പൽക്കാലം കുടുംബത്തെ നോക്കി കൽപ്പിക്കണം. ആരെങ്കിലും ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? യേശുവിന്റെ നാമത്തിൽ അതിനെ നെഗറ്റീവ് ആമേൻ എല്ലാം ക്യാൻസൽ ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കുന്ന ഈ ദൈവത്തിന്റെ രാജ്യത്തിന് അവസാനം വരികയില്ല. ഹല്ലേലൂയ. അത്യുന്നതന്റെ പുത്രനാകിയാൽ ഈ ആമേൻ അത്യുന്നതന്റെ പുത്രൻ പറഞ്ഞ സകല വാക്കുകൾക്കും ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വചനം എടുക്കുമ്പോൾ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം പ്രവർത്തിക്കും. പക്ഷേ നമ്മൾ കൽപ്പിക്കണം. ഈ വചനം വചനമായി തന്നെ വചനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആമേൻ ഈ വചനം പ്രവർത്തിക്കുകയില്ല. ഹല്ലേലൂയ. ഈ വചനം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ നാവിലൂടെ നമ്മൾ അതിനെ എടുത്ത് ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം മുതൽ അങ്ങനെ ഉപയോഗിക്കുവാൻ നമ്മൾ റെഡിയാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ആമേൻ നമ്മൾക്കറിയാം. ആ കാനാവിൽ വെളിപ്പെട്ടു എന്ന് റബനഗരഗദന ശന്തരാറിബൽ ഖമാനഗരഗർഥിന പ്രൗഢ. എന്റെ പ്രിയ ജനമേ, നമ്മൾ എങ്ങനെയാണ് ഓരോ ദിവസങ്ങളിലും എഴുന്നേറ്റിട്ട് ഹല്ലേലൂയ നമ്മുടെ സ്ഥിതികളെ നമ്മൾ തന്നെ പറയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാഹചര്യം നോക്കിയിട്ട് നെഗറ്റീവുകളല്ലേ വരുന്നത്. സംഭവിക്കുവാൻ ഒരു സാധ്യതയും ഇല്ലെന്നല്ലേ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് പൽക്കാലം നമ്മൾ ഓർത്തോണം, നമ്മുടെ വാക്കിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഈ അന്തരീക്ഷത്തിൽ അതുണ്ടാകും. ഈ അന്തരീക്ഷത്തിൽ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, സാഹചര്യങ്ങൾ മാറുന്നത്. ഇന്ന് പൽക്കാലം അന്യഗ്രഹം പറയും. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ ഞാനും ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളും നമ്മുടെ സാഹചര്യത്തെ നമ്മുടെ അനുഗ്രഹമാക്കി മാറ്റണം. നമ്മളത് പറയണം. പറയുമ്പോൾ അത് അനുഗ്രഹമായി മാറും, അത് വിടുതലായി മാറും. യേശുവിന്റെ നാമത്തിൽ എന്റെ ജീവിതത്തിന്റെ കടഭാരങ്ങൾ വഴിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ മക്കൾക്ക് ജോലി ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ രോഗങ്ങൾ വഴിമാറട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ഭവനം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ സ്ഥിതിഗതികൾ വഴിമാറട്ടെ. എന്റെ ഭവനത്തിനകത്തുള്ള അസമാധാനം വഴിമാറട്ടെ. അന്യായമായ ബന്ധനങ്ങൾ അഴിയട്ടെ. നുഖത്തിന്റെ കയറുകൾ ഉടയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അധമനക രഗതന പ്രൗഢ അംബരാറിബൽ ഖമാനകരഗർഥിന പ്രൗഢ അധിരികമനക ജഗത്തിന പ്രൗഢ അറഗന രഗതന വർഷകനാദന റീമന ശന്തന പ്രൗഢ ഓ ഇവലക രഗതനക ശന്തന വേദിക ജാതലകടകസി. കർത്താവേ, ഈ വചനം ആമേൻ കർത്താവേ ഓരോ വ്യക്തി ജീവിതത്തിന് മേലും ക്രിയ ചെയ്യപ്പെടട്ടെ. ഈ വചനത്തിന്റെ പ്രവൃത്തി അത്ഭുതമായി വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളിലൊരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചും കൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ ആ ഭക്തി വ്യർത്ഥമത്രേ. ആമേൻ. യാക്കോബിന്റെ ലേഖനം 1:26 വ്യക്തമായിട്ടാണ് പറയുന്നത്, നമ്മുടെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചും കൊണ്ട് താൻ ഭക്തനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പോൾ ഒന്നാമത് അനുഗ്രഹം നടക്കണമെങ്കിൽ, ഒന്നാമത് നമുക്ക് വിടുതൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ നാവിനെ കടിഞ്ഞാണിടണം. ഹല്ലേലൂയ. 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 നിയന്ത്രണമില്ലാത്ത നാവ് നമ്മുടെ മൊത്തം ഭക്തിയെയും നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. 1000 വർഷം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന നന്മയും അനുഗ്രഹങ്ങളും നമ്മുടെ നാവിലെ ഒരൊറ്റ വാക്കുകൊണ്ട് ആ നന്മകളും അനുഗ്രഹങ്ങളും പോയി പോകും.
നമ്മൾ ഇനി 1000 വർഷമെടുത്ത് ഹല്ലേലൂയ നമ്മൾ എല്ലാം നേടിയത് വെച്ചാലും സാഹചര്യം വരുമ്പോ പറയുന്ന ഒരൊറ്റ വാക്ക് മതി നമ്മുടെ സ്ഥിതിഗതികൾ മൊത്തം മാറിപ്പോയും പോകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നാവിനെ കടിഞ്ഞാണിടാതെ എത്ര ഭക്തി കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല. സ്ത്രീകളാകുന്ന നമ്മൾ നമ്മുടെ നാവിനെ കടിഞ്ഞാണിടണം. എപ്പോഴും സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആദ്യം ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് നാവ് കൊണ്ട് പറയുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ സ്തോത്രം സ്തുതി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഹൃദയത്തിനകത്ത് സ്തോത്രം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നാവിലൂടെ അത് പുറത്തു വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞു? നമ്മൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവരായിരിക്കണം. എന്നാൽ നമ്മളോ ഹല്ലേലൂയ കേൾപ്പാൻ താമസവും പറവാൻ വേഗതയുള്ളവരായി നമ്മൾ തീർന്നിരിക്കുന്നു. മറ്റുള്ളവരെ പറയുന്നതിന് മുന്നമേ എടുത്തുചാടി പറയുന്നവരല്ലേ നമ്മള്. മറ്റുള്ളവരെ പറയുന്നത് എന്താണെന്ന് കേൾക്കുവാൻ നമുക്കൊരു മനസ്സുണ്ടോ? എന്നാൽ കർത്താവ് എന്താ പറയുന്നത്? മറ്റുള്ളവരെ കേൾക്കുവാൻ നമ്മൾ റെഡി ആയിരിക്കണം. പക്ഷെ പറയുന്നതിൽ മറുപടി പറയുന്നതിൽ നമ്മൾ താമസമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആത്മീയമായിട്ട് നമുക്ക് വളരണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ നാവിനെ നമ്മൾ കടിഞ്ഞാണിടണം. അപ്പൊ അങ്ങനെ പറയാൻ കാരണം എന്താ? ഒരുവന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നല്ലതായിക്കൊള്ളട്ടെ ചീത്തയായിക്കൊള്ളട്ടെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഓർത്തോണം അല്ലെങ്കിൽ എന്താണ് ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതെന്ന്. ഹൃദയത്തിലാണ് ഇതിന്റെ എല്ലാം ഉത്ഭവസ്ഥാനം. അങ്ങനെയല്ലേ? എല്ലാറ്റിന്റെയും ഉത്ഭവസ്ഥാനം വാക്കുകളായി പുറത്തു വരുന്നതിന് മുൻപ് നമുക്ക് ചിന്തയുണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ എല്ലാം അടിസ്ഥാനം മൂല കാരണം മുഴുവനും ഇരിക്കുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് വ്യക്തമായി പറയുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കാത്തു സൂക്ഷിക്കണം. കാരണം ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ജീവൻ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ കാക്കണം. ആമേൻ. നല്ല ഭക്തി നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ നാവിനെ കാക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വന്തം പ്രിയമുള്ളവർ ഇതെല്ലാം ഈ വചനങ്ങൾ അങ്ങോട്ട് എഴുതി വെക്കണം. ഇപ്പൊ ഞാൻ വലുതൊന്നുമല്ല, നിങ്ങളെ കാണ്ടി വലുതൊന്നുമല്ല. നിങ്ങളിൽ ഒരാളെ പോലെ മാത്രമേ ഉള്ളൂ ഞാൻ. എനിക്ക് കൂടുതൽ പറയാനും ഒന്നുമില്ല, പ്രശംസിപ്പാനും ഒന്നുമില്ല. കർത്താവ് നിർത്തുന്നത് ഒന്നുകൊണ്ട് മാത്രമാ. ദൈവത്തിന്റെ മുൻപാകെ നമ്മളെല്ലാവരും വേലക്കാർ മാത്രമാ. പ്രതിഫലം നമുക്ക് മാസം തോറും ശമ്പളം ഇപ്പൊ കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പം ഇതിനകത്തിരിക്കുന്ന ആരും വലിയവരുമല്ല, ആരും ചെറിയവരുമല്ല, എല്ലാവരും തുല്യരാ. നമ്മളെല്ലാവരും കർത്താവിന് വേണ്ടിയാണ്. നമ്മൾ വചനം പറയുന്നവരായിക്കൊള്ളട്ടെ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നവരായിക്കൊള്ളട്ടെ, ധനമായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയായിക്കൊള്ളട്ടെ, നമ്മളെ എന്ത് ആമേൻ ചെയ്താലും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു, വേല ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ വചനം ദൈവത്തിന്റെ വചനമാകിയാൽ ഈ പറയുന്ന വചനങ്ങൾ നോട്ട് ചെയ്തിട്ട് നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ. ആമേൻ. ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യരോ ദുഷ്ട നിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഇന്നുള്ള കാലം എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ നാവിന്മേൽ നിന്ന് പുറത്തു വരുന്നത്? അത് കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്കറിയാം നമ്മൾ നല്ല മനുഷ്യരാണോ നമ്മൾ ദുഷ്ട മനുഷ്യരാണോ. അവൻ നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ഹല്ലേലൂയ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തൻ ഹല്ലേലൂയ അവനെ സൗഖ്യമാക്കിയപ്പോൾ പരീശന്മാരുടെ ഇടയിൽ ഉണ്ടായ ഒരു വിമർശനത്തിന് കർത്താവ് നൽകിക്കൊടുത്തൊരു മറുപടിയാണിത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നിങ്ങൾക്ക് നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പലക്കാലം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. സാഹചര്യങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ നല്ലതാണോ സംസാരിക്കുന്നത്? നമുക്കറിയാം ആന എത്ര തന്നെ നെറ്റിപ്പട്ടം കെട്ടിയാലും റോഡിലൂടെ പോകുമ്പോൾ ഒരു പഴത്തൊലി വീണ് കിടക്കുന്നത് കണ്ടാൽ നമുക്ക് അന്നേരം അറിയാം ആനയുടെ തനി സ്വഭാവം എന്താണെന്ന്. അത് നെറ്റിപ്പട്ടം വെച്ചിരിക്കുന്നെന്നോ ഉത്സവം നടക്കുന്നെന്നോ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുകയാണെന്നോ ഒന്നും ആന അന്നേരം ചിന്തിക്കത്തില്ല. ഇതെല്ലാം മറന്നിട്ട് ആന അന്നേരെ ഈ പഴത്തൊലിയുടെ പുറകെ പോയി അതിന്റെ എല്ലാ തനി സ്വഭാവങ്ങളും കാണിക്കും. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും. സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത്? ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. അന്നേരം ആ ശരിക്കും നമ്മുടെ സ്വഭാവം അറിയാൻ പറ്റുന്നത്.
നമ്മൾ വെള്ള ഉടുത്തും വെള്ളമുടച്ചും വെള്ള ധരിച്ചും എന്തെല്ലാം നമ്മൾ ചെയ്താലും നമ്മുടെ ഹൃദയത്തിനകത്ത് നല്ലത് നിറഞ്ഞില്ല എങ്കിൽ വായിലും നല്ലത് നിറയുകയില്ല. ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ കയ്പും വിദ്വേഷവുമാണ്, പകയും പിണക്കവുമാണ് ഇരിക്കുന്നതെങ്കിൽ അത് മാത്രമേ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. അതിന്റെ സംസാരം മാത്രമേ വരികയുള്ളൂ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വിടുതൽ വേണം. ഏറ്റവും അന്ത്യനാളാ. ഹല്ലേലൂയ സ്തോത്രം. അതിലേക്ക് ആമേൻ സ്തോത്രം ആമേൻ കാലം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിലാണ് ഓരോ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അധികം സമയം നമ്മുടെ മുൻപിലില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നമ്മൾ കൈവിടപ്പെട്ടു പോകാതെ കർത്താവിന്റെ നിത്യതയിൽ ഒരു പങ്ക് ഓഹരി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സൂക്ഷിക്കണം, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം പരീശന്മാർ എന്തെല്ലാം പറഞ്ഞിട്ടും കർത്താവായ യേശുക്രിസ്തുവിനെ ഇതൊന്നും തളർത്തിയില്ല. കാരണം കർത്താവിന് അറിയാമായിരുന്നു താൻ ആരാകുന്നുവെന്നും എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നുവെന്നും വ്യക്തമായി മനസ്സിലാക്കിയ കർത്താവ് പരീശന്മാരുടെയോ സാധുക്യരുടെയോ ആമേൻ വിമർശനങ്ങൾക്ക് യാതൊരു വിഷമവും കർത്താവിന് ഉണ്ടായില്ല. കാരണം കർത്താവിന് അറിയാമായിരുന്നു ഇവരൊക്കെ ആരാണെന്ന്. കർത്താവിനറിയാം ഞാൻ ആരാകുന്നുവെന്ന്. സ്തോത്രം. എന്നാൽ ഇതുപോലെ പരീശന്മാരും സാധുക്യരും ആമേൻ വിമർശകരും ഉള്ളവര് ലോകത്തിലല്ലേ, ആമേൻ ദേശത്തിലല്ലേ, ഇടത്തിലല്ലേ നമ്മളും ഓരോരുത്തരും ആയിരിക്കുന്നത്. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ പ്രതികരിക്കുന്നത്? ഹല്ലേലൂയ. നമുക്ക് ആർക്കും ഹല്ലേലൂയ സ്തോത്രം നമ്മളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു 10 പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മളിലെ ആമേൻ ദുരാത്മാവ് അപ്പോഴത്തേക്ക് അങ്ങ് എഴുന്നേൽക്കും. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് ആ സാഹചര്യത്തിൽ നിന്ന് മിണ്ടാതെ ഇരിക്കുവാൻ, നമ്മുടെ നാവിൽ നിന്ന് കടിഞ്ഞാണം ഇടുവാൻ, നമ്മുടെ അധരത്തിൽ നിന്ന് സിപ്പിടുവാൻ നമുക്ക് പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ. സാഹചര്യം വരുമ്പം ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് പറയണം, അഥവാ ഞാൻ പറയണ്ടായോ എന്നോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ ചോദിക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിയിൽ ഇരുന്ന് കൂടുതൽ കൃപ പ്രാപിക്കാമെന്നുണ്ടെങ്കിൽ എല്ലാ വിമർശനങ്ങളെയും നമുക്ക് നേരിടാൻ പറ്റും. ഹല്ലേലൂയ. കൃപയില്ലാത്തൊരു വ്യക്തി ഓരോ വിമർശനങ്ങൾ വരുമ്പോഴും തളർന്നു പോകും. മാനുഷികമായ ഇടപെടലിലൂടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ദുരാത്മാവ് ആമേൻ പിശാചി എന്ത് പറയുന്നു ആ പറയുന്നതിനെ നമ്മൾ എടുത്തെന്ന് പറയുകയും ചെയ്യും. എന്നാൽ പരിശുദ്ധ ആത്മാവിനാൽ കൃപ പ്രാപിച്ച് നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അകത്ത് പറയും, നീ മിണ്ടണ്ട, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ കർത്താവ് നമുക്കായി യുദ്ധം ചെയ്യും. നമ്മൾ മിണ്ടിക്കൊണ്ടേ ഇരുന്നാൽ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം ഒരു വ്യക്തിക്ക് 2 ദൂതന്മാരുണ്ട്. നമ്മളിവിടെ ആമേൻ പറയുമ്പോൾ ഹല്ലേലൂയ ദൂതന് ആമേനും എടുത്തോണ്ട് സ്വർഗത്തിൽ പോകും. നമ്മളിവിടെ ചീത്ത വാക്ക് പറയുമ്പോൾ അതും എടുത്തോണ്ട് സ്വർഗത്തിൽ പോകും. അപ്പൊ പ്രിയമുള്ളവരെ ഒന്ന് ഓർത്ത് നോക്കിക്ക്, എന്തൊരു നാണംകേടായിരിക്കും. പിതാവിന്റെ മുൻപാകെ നമ്മൾ പറയുന്ന ആമേൻ ഈ ലോ ക്ലാസ് ആയിട്ടുള്ള വേർഡുകള് ആമേൻ ഇതെല്ലാം എടുത്തോണ്ട് ദൂതൻ എന്ന് പറയുന്നത്, അതുപോലെ ചെന്നിട്ട് സ്വർഗരാജ്യത്തിൽ ദൂതന്മാരെ നിന്നിട്ട് അതേപടി ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളത് ചിന്തിക്കാറുണ്ടോ? നമ്മൾ പറയുന്ന ഓരോ നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. നമ്മൾ ഉണർവിനായി കാത്തിരിക്കുന്നവരാണ്. അന്ത്യനാളിന്റെ ഉണർവിന് വേണ്ടി എന്നെ ഒരുക്കണമേ, ഒരുക്കണമേ കർത്താവേ. ആദ്യം ഒരുക്കേണ്ടത് നമ്മുടെ നാവിനെയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് ഹല്ലേലൂയ ഒരു ഷെയിം തോന്നണം. ഇനിയോ ഞാൻ പറഞ്ഞാൽ ഇത് ദൂതൻ എന്ന സ്വർഗരാജ്യത്തിൽ കൊണ്ടു കൊടുക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും സ്വർഗരാജ്യത്തിലെ റെക്കോർഡാണ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം ആ പുസ്തകത്തിനകത്ത് എഴുതി വെക്കുന്നുവെങ്കിൽ ന്യായവിധിയുടെ സമയത്ത് ഇതെല്ലാം എടുത്തു നോക്കുമ്പോൾ എന്റെ സ്ഥാനം എവിടെയായിരിക്കും, എന്റെ നിത്യത എവിടെയായിരിക്കും ഞാൻ ചെലവിടുന്നതെന്ന് ചിന്തിക്കാൻ പറ്റിയ എല്ലാറ്റിനും കാരണം നമ്മുടെ നാവാ. ഇന്ന് പകൽക്കാലം ഈ നാവിനെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നമുക്കറിയാം ആമേൻ നമ്മൾ ഇവിടെ നിന്ന് നോക്കി മേപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ ആകാശത്തിലൂടെ പോകുന്ന ഒരു ഫ്ലൈറ്റ് ഒരു പൊട്ടുപോലെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും.
അതിനകത്തിരിക്കുന്നവരെ കാണാൻ പറ്റത്തില്ല. എന്നാൽ മണിക്കൂറുകൾ കൃപ പ്രാപിച്ച് ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആമേൻ കൃപാവരങ്ങളും ആത്മീക അഭിഷേകവും പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്ന ഒരു വ്യക്തിക്ക് ഈ ആകാശത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെ വരെ കാണാൻ പറ്റും. ആത്മമണ്ഡലത്തിൽ അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം സമയം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തെ കൊടുക്കണം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. പറയണ അപ്പാ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒന്ന് പറയുവാൻ പറ്റുമോ? സ്തോത്രത്തോടും കൂടെ കർത്താവിന്റെ പ്രാകാരത്തിൽ ഒന്ന് ഇരിക്കാൻ പറ്റുമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്വഭാവത്തെ പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്ന കാലത്തോളം നല്ലത് സംസാരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ പിശാചിന്റെ പിടിയിൽ അകപ്പെട്ട സർപ്പസന്തതിക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. മുഖം നോക്കാതെ നമ്മള് ചീത്ത പറഞ്ഞു കളയും, നെഗറ്റീവ് പറഞ്ഞു കളയും. ഹല്ലേലൂയ. അധികമായി നമ്മൾ സംസാരിച്ചു കളയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് പകൽക്കാലം ആമേൻ ഒരു തീരുമാനം എടുക്കണം. എന്റെ നാവിൽ നിന്ന് ഇനി ഞാൻ അധികമായി സംസാരിക്കുകയില്ല. ആകാത്ത വാക്കുകൾ, മ്ലേച്ഛകരമായ വാക്കുകൾ, തരംതാണ വാക്കുകൾ, ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകൾ ഒന്നും ഞാൻ ഇനി സംസാരിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 45:1, സങ്കീർത്തനം 45:1 അതിന് ഇപ്രകാരം പറയുന്നു: നാവ് സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോൽ. ഹല്ലേലൂയ. ലാവണ്യം നിന്റെ അക്ഷരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ലാവണ്യം ദൈവം നമ്മുടെ അക്ഷരങ്ങളിന്മേൽ പകർന്നിരിക്കുകയാ പ്രിയമുള്ളവരെ. ദൈവം നമ്മളെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുക. ഒരു ദിവസം മാത്രമല്ല, ഒരു മാസം മാത്രമല്ല, ഒരു വർഷം മാത്രമല്ല, നമ്മുടെ ആയുഷ്കാലം മുഴുവനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ലാവണ്യം പകർന്നിരിക്കുന്നു നാവിന്മേൽ. പക്ഷെ ലാവണ്യ വാക്കുകളാണോ നാവിന്മേൽ നിന്ന് വരുന്നത്? ഹല്ലേലൂയ. നമ്മുടെ നാവ് സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുപോലാണോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ മത്തായി സുവിശേഷത്തിൽ പറയും, ദുഷ്ടന്മാർ ദുർനിക്ഷേപത്തിൽ നിന്ന് ആമേൻ ദുഷ്ടമായത് പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ നാവിനെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ചില വാക്കുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് പകലിൽ ഒന്ന് നോക്കാം. ദുഷ്ടന്മാരുടെ നാവെന്ന് പറഞ്ഞാൽ അത് മൂർച്ചയുള്ള വാളാണ്. സങ്കീർത്തനം 57:4 ഇപ്രകാരം പറയുന്നു, ദുഷ്ടന്മാരുടെ നാവ് എപ്രകാരമുള്ളതായിരിക്കുമെന്ന്. അത് മൂർച്ചയുള്ള വാളാണ്. സങ്കീർത്തനം 57:4, സ്തോത്രം, ഹല്ലേലൂയ. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. കല്ലുകൾ, കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. അപ്പോൾ ഇവിടുത്തെ നാവിനെ ആമേൻ മൂർച്ചയുള്ള വാളിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് മൂർച്ചയുള്ള വാളാണ് ഈ നാവ്. ഹല്ലേലൂയ. ഈ നാവ് കൊണ്ട്, ഈ മൂർച്ചയുള്ള നാവ് കൊണ്ട് നമ്മൾ വെട്ടിയാൽ മുറിവേൽക്കും. പക്ഷെ നമ്മളത് ചിന്തിക്കാറില്ല. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് മുറിവേൽക്കുമെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ പറ്റി പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധിമജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. നമ്മുടെ നാവ് മൂർച്ചയുള്ള വാളാണ്. അപ്പൊ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇരുവായ്ത്തലയുള്ള വാളാകുന്ന വചനം എടുക്കണോ, മൂർച്ചയുള്ള വാളായ നാവിനെ എടുക്കണോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ക്രമീകരിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ ഒരിക്കലും ദുഷ്ടന്റെ വാളായി, നാവായി നമ്മൾ തീരരുത്. മൂർച്ചയുള്ള ദുഷ്ടന്റെ നാവായി നമ്മൾ മാറരുത്. ഹല്ലേലൂയ. സദൃശ്യവാക്യം 12-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, സദൃശ്യവാക്യം 12:18, വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്. സ്തോത്രം. ഇന്ന് മൂർച്ചയേറിയ വാക്ക് ഉപയോഗിക്കുന്നവരാണോ നമ്മൾ? മറ്റുള്ളവരെ അത് എത്രമാത്രം വേദനിപ്പിക്കുമെന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുമെന്ന്, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസികളെ വേദനിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. ഓരോരുത്തരും അവരെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ അത് ഏറ്റവും നന്നായിരിക്കും. മൂർച്ചയുള്ള വാള് പോലെ ഞാൻ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ കുത്തിയിട്ടുണ്ടോ? എന്റെ നാവിനെ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ?
ഹല്ലേലൂയ. സദൃശവാക്യം 18 അതിന്റെ 21 ഇപ്രകാരം പറയുന്നു. സദൃശവാക്യം 18:21 മരണവും ജീവനും നിന്റെ നാവിന്റെ അധികാരത്തിൽ അത്രേ ഇരിക്കുന്നത്. മരണവും ജീവനും നിന്റെ നാവിന്റെ, ഓരോരുത്തരുടെയും നാവിന്റെ അധികാരത്തിൽ മരണവുമുണ്ട് ജീവനുമുണ്ട്. അതിലിഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. അതിലിഷ്ടപ്പെടുന്നവർ ഏതിലാ ഇഷ്ടപ്പെടുന്നത്? മരണമാണോ ഇഷ്ടപ്പെടുന്നത് അതോ ജീവനാണോ ഇഷ്ടപ്പെടുന്നത്? ഏതാ നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചിരിക്കും. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് രോഗമാ ഞാനിപ്പോ മരിച്ചു പോകും എന്ന് 10 തവണ പറഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിക്കും. അതല്ല, എനിക്ക് രോഗം വന്നാലും രോഗത്തെ ജയിച്ച, എന്റെ രോഗത്തെ കാൽവരി ക്രൂശിൽ പൂർണ്ണമായ സൗഖ്യം തന്ന കർത്താവിനാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. എന്റെ മമ്മിയുടെ സ്വദേശമായ അടൂര്, ഹല്ലേലൂയ സ്തോത്രം, മമ്മിയുടെ ഭവനത്തിന്റെ തൊട്ടടുത്ത് ചെല്ലമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ആമേൻ പെട്ടെന്നൊരു പനി കയറി പിടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ തോമസ് എന്ന് പറയുന്ന ആമേൻ അവരുടെ അയൽവക്കത്തുള്ള ഒരു വ്യക്തി ചെല്ലമ്മ പോകുന്നത് കണ്ടപ്പോ ചോദിച്ചു, ചെല്ലമ്മേ നീ എവിടെ പോവുകയാ? ചെല്ലമ്മ പറഞ്ഞു, എനിക്ക് വയ്യ തോമസേ, ഞാൻ ആശുപത്രിയിൽ ഒന്ന് പോയിട്ട് വരാവുന്നത് കൊണ്ട് പോവുകയാ. അപ്പോൾ ഈ തോമസ് അവിടെ ഇരുന്ന് ഒരു വാക്ക് പറഞ്ഞു, നീ പൊയ്ക്കോ ചെല്ലമ്മേ, നീ ഇപ്പൊ ഇങ്ങനെ നടന്നു പോയാലും തിരിച്ച് നീ ആംബുലൻസിലെ വരുത്തുള്ളൂ. അങ്ങനെ പറഞ്ഞു. അതെന്താ തോമസ് നീ അങ്ങനെ പറയുന്നേ? ദൈവം എനിക്ക് സൗഖ്യം തരുമെന്ന് ചെല്ലമ്മ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ചെല്ലമ്മ ആശുപത്രിയിൽ പോയി അവര് നോക്കിയ സമയത്ത് എലിപ്പണിയാണ് ഈ ചെല്ലമ്മയ്ക്ക്. ഒരാഴ്ചയോളം ചെല്ലമ്മ കിടന്നു. ഹല്ലേലൂയ സ്തോത്രം. ചെല്ലമ്മയ്ക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് സന്തോഷമായ ചെല്ലമ്മ വീട്ടിൽ വന്നപ്പോ കേൾക്കുന്നത് ഈ തോമസ് മരിച്ചുപോയി ആംബുലൻസിൽ വരുന്നെന്നാണ്. പ്രിയമുള്ളവരെ, ആരോഗ്യവാനാകുന്ന ആ തോമസ് എന്ന് പറയുന്ന വ്യക്തി, ഇത് നടന്ന സംഭവമാണ്. ഇത് കള്ളത്തരം വിളിച്ചു പറയുന്നതല്ല. നല്ല ആരോഗ്യത്തോടു കൂടെ ഇരുന്ന, ഒരു പണിയുമില്ലാതെ നല്ല ചുറുചുറുക്കോടെ ഇരുന്ന ആ തോമസ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എന്താണോ നാവിൽ നിന്ന് പുറപ്പെടുവിച്ചത് അതിന്റെ ഫലം ആ പുള്ളി അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ കഠിനമായി രോഗം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിച്ച ഈ വ്യക്തി സൗഖ്യം പ്രാപിച്ച് ആമേൻ ഭവനത്തിൽ വരുവാനും ഇടയായി തീർന്നു. ദീർഘവർഷങ്ങൾ ജീവിച്ചിരിക്കുകയും ചെയ്തു. ഒന്നോർത്ത് നോക്കിക്കേ, നമ്മുടെ നാവിന്റെ മേൽ അധികാരം തന്നിട്ടുണ്ടോ? ഈ ചെല്ലമ്മ തന്നെയാണ് സാക്ഷ്യം പറഞ്ഞത്. ഞാൻ പോയ സമയത്ത് ഇങ്ങനെയാണ് തോമസ് എന്നോട് പറഞ്ഞു വിട്ടത്. ആ വാക്ക് അവന് തന്നെ അറം പറ്റിയല്ലോ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. നോക്കണേ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കുഴികളെ നമ്മൾ തന്നെയാണ് തോണ്ടുന്നത്. കർത്താവ് അതിന് ഉത്തരവാദിയല്ല. കർത്താവ് ആമേൻ മുഴി രക്തവും ഔറ്റിത്തന്ന് നമ്മുടെ സകല ശാപങ്ങൾക്കായി, പാപങ്ങൾക്കായി, രോഗങ്ങൾക്കായി കർത്താവ് ഒരിക്കലായി മരിച്ചു കഴിഞ്ഞു. കർത്താവ് ഒരിക്കലായി എഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി എല്ലാം നമുക്ക് തന്നു, നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായിരിക്കാൽ നമ്മൾ തമ്മിൽ അനുഗ്രഹിക്കണം. നമ്മുടെ സാഹചര്യം ചിലപ്പോൾ നമ്മൾ കുഴിക്കകത്തും കുണ്ടറയ്ക്കകത്തും ഒക്കെ ആയിരിക്കാം. കടബാധിതയാൽ വന്ന് പിടിച്ചുകൊണ്ടു പോകുന്ന ജപ്തിയുടെ വക്കിലൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുള്ളൂ, ഞാനൊരു അനുഗ്രഹമാണ്, ക്രിസ്തുവിൽ ഞാനൊരു അനുഗ്രഹമാണ്, കർത്താവിനെ ഒരു അനുഗ്രഹമായി കണ്ടിരിക്കുന്നു, ഞാനും എന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. തലയിലോട്ട് കാര്യം വെച്ചിട്ട് നമ്മൾ തന്നെ പറയണം, ഞാനൊരു അനുഗ്രഹമാണ്, ഞാൻ ദൈവരാജ്യത്തിന് ഒരു അനുഗ്രഹമാണ്, എന്റെ സഭയ്ക്ക് അനുഗ്രഹം, എന്റെ ഭർത്താവിന് അനുഗ്രഹം, എന്റെ മക്കൾക്ക് അനുഗ്രഹം, ഞാൻ ആയിരിക്കുന്ന ഇടത്ത് അനുഗ്രഹം, ദൈവരാജ്യത്തിന് അനുഗ്രഹം. നമ്മൾ പറയണം, ഞാൻ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടും, ഞാൻ മുഖാന്തരം എന്റെ ഭവനത്തിലുള്ളവർ വിടുവിക്കപ്പെടും. എന്തൊക്കെയാ അവരവരുടെ സാഹചര്യങ്ങൾ, അത് ഇന്ന് പകൽക്കാലം മുതൽ പറയണം. ഒരു വട്ടം പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു പോകരുത്. ആമേൻ. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ആ പ്രാർത്ഥന അവിടെ കിടന്ന് വിളഞ്ഞത് ഫലം കായ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം വ്യക്തമായ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം, മരണം വേണോ ജീവൻ വേണോ? നമ്മുടെ നാവിന്റെ മേൽ അധികാരം തന്നിരിക്കുന്നു. പലപ്പോഴും നമ്മൾ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. രോഗം വരുമ്പോഴും കടബാധ്യതകൾ വരുമ്പോഴും ഓരോ കാര്യത്തിനും പ്രാർത്ഥിക്കുന്ന ചിലരുടെ വിഷയത്തിന് മേൽ എത്ര പ്രാർത്ഥിച്ചാലും മറുപടി ലഭിക്കുകയില്ല. അവരോട് പിന്നീട് പേഴ്സണൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടോ, ഓ ആ കാര്യം നടക്കത്തില്ലെന്നേ. എത്ര പ്രാർത്ഥിച്ചാലും ആ വിഷയത്തിന് മറുപടി ഇല്ലാത്ത വിഷയമാണ്. എന്റെ പ്രാർത്ഥന മാത്രം കർത്താവ് കേൾക്കത്തില്ല,
എനിക്ക് മാത്രം വിടുതലില്ല, എന്നെ മാത്രം തള്ളിക്കളഞ്ഞിട്ടിരിക്കുന്നു. നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാച് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ തന്നെ അതിനെ അങ്ങ് എടുത്തോണ്ട് പോയി ദൈവസന്നിധി പോയി നിന്നിട്ട് പറയും, ദേ ഇവൻ ഇങ്ങനെയാ പറയുന്നേ, ഇവൻ ഇങ്ങനെയാ പറയുന്നേ, കൊടുക്കല്ലെന്ന് പറയും. ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഞാൻ പറഞ്ഞു തരാൻ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു 5 വർഷം ഞങ്ങൾക്ക് തലമുറ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. 2 വർഷം കഴിഞ്ഞപ്പം ഞങ്ങളോട് ഒരു ദൂത് വീഴുക. ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുത്ത് ആ ഫാസ്റ്റിംഗ് പ്രേയറിന്റെ അവസാന ദിവസം ഞങ്ങളോട് ഒരു ദേവദാസി പറയുകയാണ്, ബ്രദറെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു തലമുറയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. 2 വർഷം കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നിങ്ങൾ വിശ്വസിച്ചാൽ ഒരു പെൺ തലമുറയെ തന്നു മാനിക്കും. പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് തലമുറ ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. ഇതിന്റെ കാരണം എന്തെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഉപവസിക്കുന്നു, ഞങ്ങൾ 2 പേരുടെ കാര്യം കോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളാൽ ആവതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഞങ്ങൾക്ക് തലമുറ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ദേവദാസൻ ഇവിടെയായിരുന്നു. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ന് വന്ന കർത്തൃദാസനിലൂടെ ഇടപെട്ടു. ആമേൻ. ഇവൻ മുൻകോപിയാണ്, ഇവന് കൊടുക്കരുത് എന്ന് പറഞ്ഞ് പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വാദിക്കുന്നുവെന്ന്. ശരിയാണ്. എന്റെ ഹസ്ബൻഡിന് മുൻകോപം ഉണ്ടായിരുന്നു പ്രിയമുള്ളവര്. എന്ത് കിട്ടിയാലും പെട്ടെന്ന് ക്ഷിപ്രകോപമായിരുന്നു, എടുത്തങ്ങ് പൊട്ടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നെ ഉപദ്രവിക്കത്തില്ല, പക്ഷേ ഗ്ലാസ് ആണേ ഗ്ലാസ് പൊട്ടിക്കും, ചെയറാണേ ചെയർ പൊട്ടിക്കും, ലാപ്ടോപ്പ് ആണേ ലാപ്ടോപ്പ് പൊട്ടിക്കും. പക്ഷെ നിസ്സാര കാര്യം, നമ്മളൊരു വേർഡ് പോലും പുറത്തേക്ക് വരണ്ട. ഞാൻ അധികമായി ഒന്നും സംസാരിക്കുന്ന വ്യക്തിയല്ല, പക്ഷെ ഞാൻ വളരെ സൗമ്യതയോടുകൂടെ ഓരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയാ. എന്നാൽ എനിക്കറിയില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാണ് ഈ വെളിപ്പാട് ഞങ്ങൾക്കുണ്ടായത്. ഈ മുൻകോപം പിശാചിന്റെ സ്വഭാവമാ. കോപം പിശാചിന്റെ സ്വഭാവമാ. ഇത് നമ്മളെ കാണിച്ചാൽ പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ പോയിന്ന് വാദിക്കും, ഇവന് കൊടുക്കരുത്, ഇവൻ എന്റെ സ്വഭാവമാ കാണിക്കുന്നതെന്ന്. എന്നാണോ ഈ വെളിപ്പാട് ആ ദേവദാസനിലൂടെ ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തിയത്, അപ്പോൾ മുതൽ ഞാൻ ചാച്ചനോട് വിളിച്ചു പറഞ്ഞു, ചാച്ച മറ്റൊന്നുമല്ല, നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം മുൻകോപമാണ്. അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്ത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് തലമുറ ലഭിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതിനകത്തിരിക്കുന്ന ചിലരെങ്കിലും ക്ഷിപ്രകോപമോ ചെറിയ കോപമോ വലിയ കോപമോ ഒക്കെ ഉള്ളവരായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. കോപം പിശാചിന്റെ സ്വഭാവം. ആകെ ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ നമ്മുടെ നന്മയ്ക്ക് തടസ്സം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോടും കാണുന്നവരോടും എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ വരരുത്. ഏതെങ്കിലും കാരണവശാൽ നന്മ പിശാച് തടഞ്ഞു വാദിക്കുന്നുവെങ്കിൽ ഓർക്കുക, മുൻകോപമുണ്ടെങ്കിൽ മാറ്റണം, കോപമുണ്ടെങ്കിൽ മാറ്റണം. അത് പിശാചിന്റെ സ്വഭാവമാണ്. അതിന് ദേവദാസനോ ദേവദാസിയോ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് വിടുതൽ കിട്ടത്തില്ല. നമ്മളെ മാറ്റണം. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങൾക്ക് ഒന്നല്ല ചായ ഒരു തലമുറയും കൂടെ തരുമെന്ന് പറഞ്ഞു. പിന്നെ കർത്താവ് ഞങ്ങൾക്ക് ഒരു തലമുറയും കൂടെ തന്ന ഒരു ആൺപൈതലും കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ, ഇത് ഞങ്ങൾ അറിയത്തില്ലായിരുന്നെങ്കിൽ വചനം വായിക്കും, കോപത്തിന്റെ കാര്യം, കോപം, ക്രോധം, ശാഠ്യം, ഈർഷ, പക, പിണക്കം, ഇതെല്ലാം നമുക്ക് അറിയാം. പക്ഷേ ഇങ്ങനെയും പോയി വാദിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു പ്രിയമുള്ളവരെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം കാരണം എന്തെല്ലാം പിശാച് പോയി വാദിക്കുന്നുണ്ടെന്ന്. അവന്റെ എന്തെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇപ്പൊ കോപത്തിന്റെ കാര്യമാണ് വെളിപ്പെടുത്തിയത്, പകയുണ്ടോ, പിണക്കമുണ്ടോ, ബന്ധപക്ഷമുണ്ടോ, ഈർഷ്യയുണ്ടോ, ശാഠ്യമുണ്ടോ, ഈ വചനത്തിൽ പറഞ്ഞേക്കുന്ന എന്തെങ്കിലും സ്വഭാവങ്ങൾ നമുക്കുണ്ടോ, പിശാച് ഉടനെ പോയി വാദിക്കും. കൊടുക്കരുത്. അപ്പൊ നമ്മളെ ശോധന ചെയ്യണം. ഏതെങ്കിലും മേഖലകളിൽ നമ്മളെ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെ മാറ്റണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ, അപ്പാ എന്നിൽ തെറ്റുപറ്റിപ്പോയി, എന്നിലെ കുറവുകൾ വന്നുപോയി, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. നമുക്കൊന്ന് പറയാൻ പറ്റുമോ? നല്ല ദൈവമാ, നമ്മളോട് ക്ഷമിച്ചു തരുന്ന ദൈവമാ. നമ്മളൊന്ന് സമീപിച്ചാൽ മാത്രം മതി, നമ്മളൊന്ന് പറഞ്ഞാൽ മാത്രം മതി. കർത്താവ് റെഡി. അതുകൊണ്ടല്ലേ വചനം പറഞ്ഞ, എഫ്രായിം നീ എന്റെ വത്സലപുത്രനാ, നീ എന്റെ പൊന്നാമന പുത്രനാ. എത്ര തവണ നിന്നെ ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിനക്കോ മനസ്സായില്ല. ഇതാ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ കാര്യം. കർത്താവ് ആഗ്രഹിക്കും നമുക്ക് വിടുതൽ തരുവാനാ.
പക്ഷെ നമ്മൾ അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ചെല്ലുവാൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ആമേൻ. നമ്മളൊന്ന് റെഡിയാണോ? ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ ആമേൻ കെട്ടുപാടിലേക്ക് കൊണ്ടുപോവുകയും നമ്മളെ ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ ആമേൻ അനുവദിക്കുകയും കുണ്ടറയിൽ കിടക്കാൻ അനുവദിക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഈ അധരഫലമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പലകാലം അതൊന്ന് മനസ്സിലാക്കി. ഞാൻ എപ്പോഴെങ്കിലും താഴ്ചയിലാണോ? ഞാൻ താഴ്ചയിലേക്ക് പോകാൻ കാരണം എന്റെ നാവാണോ? എനിക്ക് കടബാധ്യത ഉണ്ടായത് എന്റെ നാവാണോ? ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു പോയത്? ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. വലിയ ജ്ഞാനിയായ ശലോമോൻ പോലും പറയുകയാണ്, നിങ്ങളുടെ നാവിനാൽ നിങ്ങൾ ജീവിക്കുന്നു. അപ്പൊ നാവിനാൽ സമൃദ്ധി ഉണ്ടാകുന്നു, നാവിനാൽ അനുഗ്രഹം ഉണ്ടാകുന്നു, നാവിനാൽ വീണ്ടെടുപ്പ് ഉണ്ടാകുന്നു. എല്ലാ നാവിനാലാണ് പ്രിയമുള്ളവര്. നമ്മുടെ നാവിനാൽ നമ്മൾ വിതയ്ക്കുന്നത് എന്താണോ അത് തന്നെ നമ്മൾ കൊയ്തെടുക്കും. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. നമ്മൾ ഇന്ന് പറയുന്നതിന്റെ ഫലം നമ്മൾ നാളെ അനുഭവിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓർക്കണം, ഞാൻ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞതിന്റെ ഫലമാണോ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്? ഹല്ലേലൂയ. പലപ്പോഴും ഭർത്താവ് പറയോ ഭാര്യ കൊടുത്തില്ല, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അവനെ പഠിക്കാനെ കൊണ്ട് ഒരു കഴിവുമില്ല, അവൻ പഠിച്ചാലോ അവൻ പഠിക്കുന്ന ഒന്നും അവൻ എഴുതി വെക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ നമുക്ക് വിരോധമായി പറയുക. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം തിരിച്ചെന്ന് പറയാൻ പറ്റുമോ? കർത്താവിനാൽ ഞാൻ അനുഗ്രഹമാകും. കർത്താവിനെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താ? എന്റെ ദൈവത്താൽ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, എന്റെ ദൈവത്താൽ എനിക്കെല്ലാം സാധ്യമാകും. ഹല്ലേലൂയ. എന്റെ കുഞ്ഞ് പഠിക്കും, ഉന്നതങ്ങളിൽ എത്തും, അവൻ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടും, ഭവനം അനുഗ്രഹിക്കപ്പെടും, വ്യക്തിജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. സഭയ്ക്കും സമൂഹത്തിനും മാതാപിതാക്കൾക്കും സ്കൂളിനും എല്ലാം അനുഗ്രഹമാകും. അനേകരെ നീതിയിലേക്ക് തിരിക്കുവാൻ സഹായിക്കും. ഇടിഞ്ഞു കിടക്കുന്ന പട്ടണങ്ങളെ, പുരാതന ശൂന്യങ്ങളെ എന്റെ മക്കൾ പണിതെടുക്കും, എന്റെ ഭർത്താവ് പണിതെടുക്കും, എന്റെ ഭാര്യ പണിതെടുക്കും. അനേകരെ നീതിയിലേക്ക് ഞങ്ങൾ തിരിക്കും. പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ? ശകനകരകഥന റീബൽ ഖമാനക. സദൃശവാക്യം 21 അതിന്റെ 23 നോക്കാം. സദൃശവാക്യം 21, 23. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ വായും സൂക്ഷിക്കണം, നാവും നമ്മൾ സൂക്ഷിക്കണം. ഈ വായൊന്ന് തുറന്നാലല്ലേ നാവ് പ്രവർത്തിക്കുന്നത്? ഹല്ലേലൂയ. എന്നാൽ ഈ വായ്ക്കൊന്ന് സിപ്പിട്ട് വെക്കാമെങ്കിലോ? ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ നാവിനെ ഉപയോഗിച്ചാൽ മതി. പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി, അനുഗ്രഹത്തിൻ്റെത് മാത്രം പറഞ്ഞാൽ മതി, സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയയും മാത്രം നമ്മൾ പറഞ്ഞാൽ മതി പ്രിയമുള്ളവരെ. അപ്പോൾ വായും സൂക്ഷിക്കണം, നാവും സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രാണന കഷ്ടത്തിലായി പോകുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ശകാനകരകർത്തുന പ്രൗഢ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഇനിയും ഈ നാവ് അസ്ത്രമാണ്. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവരുടെ നാവ്, യിരെമ്യാവ് 9:8, അവരുടെ നാവ് മരണകരമായ അസ്ത്രം. ചുമ്മാതെ നമ്മൾ അങ്ങ് എടുത്തുപയോഗിക്കുക. നമുക്കറിയത്തില്ല എവിടെ എപ്പ പറയണം, എന്ത് പറയണം, എങ്ങനെ പറയണം. നമ്മൾ എടുത്തുപയോഗിക്കുക പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വളരെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഇനി മുതൽ നമ്മുടെ നാവിനെ ഉപയോഗിക്കുവാൻ. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനം 11 അതിന്റെ 2-ാം വാക്യം, സങ്കീർത്തനം 11 2-ാം വാക്യം പറയുന്നു, ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെ എയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു. ആമേൻ. ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെ എയ്യേണ്ടതിന് അസ്ത്രം ഞാനിന്മേൽ തൊടുത്തു വിടുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വാക്കുകൾ കൊണ്ട് ശരവർഷമില്ലാതെ സംസാരിച്ച് ആ വാക്കുകൾ അവരെ മുറിവേൽപ്പിച്ച് ആ മുറിവുകൾ, ഹൃദയത്തിനേൽക്കുന്ന മുറിവുകൾ പിന്നെ അത് ഒരിക്കലും ഉണങ്ങാതെ കിടന്നു. അത് പകയായി മാറി, അത് കയ്പായി മാറി, അത് പിണക്കമായി മാറി. ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തുകയില്ല. ഇത് തന്നെയാണ് പിശാചിന്റെ ഒരു പദ്ധതിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ. ഒരു വ്യക്തിയോടെങ്കിലും പകയോ പിണക്കമോ ഒക്കെ നമുക്കുണ്ടെങ്കിൽ, ഈർഷ്യയോ ചെറിയൊരു കയ്പായിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുകയില്ല. ഹല്ലേലൂയ
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് നോക്കണം, നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ആരോടെങ്കിലും എനിക്ക് പകയുണ്ടോ? ഇത് നിശ്ചയമായിട്ട് മാറ്റും. നമ്മുടെ ഹൃദയം നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം വീണ്ടെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, വീണ്ടെടുപ്പ് നാളിനായി കാത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കണം. കറാവാട്ടം, മാലിന്യം, ചുളുക്കം ഒന്നുമില്ലാതെ ശുദ്ധവും ശുഭ്രവുമായ നിർമ്മല കന്യകയായി നമ്മളെ തന്നെ ഒരുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സദൃശവാക്യം 25 അതിന്റെ 18 ഒരുപാട് വാക്യങ്ങളുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി മൂലം വളരെ കുറച്ച് വാക്യങ്ങൾ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. സദൃശവാക്യം 25:18 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യന്റെ വാക്കുകൾ മുട്ടികയും വാളും കൂർത്ത അമ്പുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള പ്രമാണം, അയൽവക്കക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള പ്രമാണം. ഹല്ലേലൂയ. എന്നാൽ കൂട്ടുകാരന് വിരോധമായി, കൂട്ടുകാരിക്ക് വിരോധമായി നമ്മൾ പലപ്പോഴും പ്രവർത്തിച്ചിട്ടില്ലേ? നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലേ? റീബലകരകല. അപ്പോൾ സദൃശവാക്യത്തിൽ പലയിടങ്ങളിലും നമ്മുടെ നല്ല നാവിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം ദോഷകരമായിട്ടുള്ള നമ്മുടെ നാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നുവെങ്കിൽ സദൃശവാക്യത്തിൽ നല്ല നാവ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. സദൃശവാക്യം 10 അതിന്റെ 20-ാം വാക്യം. സദൃശവാക്യം 10:20 നീതിമാന്റെ നാവ് മേൽത്തരമായ വെള്ളി. നീതിമാന്റെ നാവിനെ മേൽത്തരമായ വെള്ളിയോടാണ് സദൃശ്യമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം വെള്ളിയിലും കീടമുണ്ട്. പക്ഷെ ആ കീടത്തെ നീക്കിക്കളഞ്ഞാൽ തട്ടാൻ നല്ല ഒരു ഉരുപ്പടിയായി വെള്ളി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്പം മാത്രം കീടമേ വെള്ളിയിലുള്ള, അതിനെ ഒന്ന് നീക്കിക്കളഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലുള്ള അഴുക്കിനെ ഒന്ന് മാറ്റിക്കളഞ്ഞാൽ, കീടത്തെ ഒന്ന് നീക്കിക്കളഞ്ഞാൽ നീതിമാന്റെ മേൽത്തരമായ നാവായിട്ട് മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ നാവിനെ നമുക്ക് അങ്ങനെയൊന്ന് ഉപയോഗിക്കാനെ കൊണ്ട് പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. റീമന രഗർഥുന പ്രൗഢ അസ്തരാരിബൽ ഖമാനക രഗർഥുന ശൈരവനക റീബൽ ഖമനക രഗതനക വൈഡമന അതിരികി ജഗതനക വൈഡമന റീബൽ ഖമനക രഗർഥുന പ്രൗഢ. സദൃശ്യവാക്യം 16 അതിന്റെ 24 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഇമ്പമുള്ള വാക്ക്. സദൃശ്യവാക്യം 16:24 ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, അത് മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവുമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇമ്പമുള്ള വാക്കാണ് തേൻകട്ട. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്ന് ഇമ്പമുള്ള വാക്ക് തേൻകട്ടയുടെ വാക്കാണോ വരുന്നത്? നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന, മനസ്സിനെ കുളിർപ്പിക്കുന്ന, മനസ്സിന് നല്ല മധുരവും അസ്ഥികൾക്ക് ഔഷധവുമായ വാക്കാണോ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്? ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റ് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഹൃദയത്തിൽ നിന്ന് വേദനയോടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സന്തോഷത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കും വേദനയല്ലേ ഉണ്ടാകുന്നത്? ഹല്ലേലൂയ. അത് അസ്ഥികൾക്ക് ബലമാണോ, ഔഷധമാണോ? ഇത് മനസ്സിനെ തണുപ്പിക്കുന്നതാണോ? ഹല്ലേലൂയ. നീതിമാന്റെ നാവ് അങ്ങനെ ആയിരിക്കണം. മറ്റുള്ളവരുടെ മനസ്സിനെ തണുപ്പിക്കുന്നതായിരിക്കണം. മറ്റുള്ളവരുടെ അസ്ഥികൾക്ക് ഒരു ഔഷധമായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ തീരുമാനിക്കണം, ഇല്ല, ഞാൻ ഇനി അധമമായി ഒന്നും പറയത്തില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരൊറ്റ വേട് പോലും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. നിർബന്ധമാക്കണം. ഓരോരുത്തരും അവരവരെ തന്നെ ശോധന ചെയ്തിട്ട് ഏതെല്ലാം മേഖലകളിൽ റബനകരകഥന, ഏതെല്ലാം മേഖലകൾ നമ്മളെ ഒന്ന് മാറ്റണം, അതെല്ലാം മേഖലകളിലും നമ്മളെ ഒന്ന് പുതിയതാക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കിയൊന്ന് രൂപാന്തരപ്പെടണം നമ്മൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം എന്താണ്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒന്ന് തിരിച്ചറിയണം നമ്മള്. ഹല്ലേലൂയ. റീബാൽ ഖന്ദര ഷൗഡകനാരകർഥന പ്രൗഢ അംധരാ റീബൽ ഖമനകരകതനകവേട അമനകരകതന. അമ്മിണിയാന്റിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഹന്നായെ പോലെ
പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഹൃദയം ആമേൻ വിങ്ങി വിങ്ങി ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ശബാനഗരകർത്തുന ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ചോദിക്കുന്നത് തന്നെ തരുന്ന ഒരു നിലവാരത്തിൽ റീബൽ ഖമാനരകർത്തന പ്രൗഢം അന്തുരീ വേദകൾ ഖമനകരകനകവൈഡമന. ആമേൻ ജീവിതത്തിന്റെ സാഹചര്യങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ കരം പിടിച്ച് ഹല്ലേലൂയ 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 നീതിയിലേക്ക് തിരിക്കുമെന്ന് ആമേൻ വേദനകളെ നൊമ്പരങ്ങളെ കർത്താവ് എടുത്തു മാറ്റി ഈ ദിവസങ്ങളിൽ ആത്മാവിൽ കുതിച്ചെഴുന്നേൽക്കുന്ന ഒരു അഭിഷേകത്തെ പകർന്ന് അന്ത്യനാളില് ആമേൻ ആമേൻ അഭിഷേകം ചുമക്കുന്നവളായി അഭിഷേകം വഹിക്കുന്നവളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. ഇനി ഒരിക്കലും ആമേൻ നിന്ദിക്കപ്പെട്ടവളായി ഇരിക്കുന്നതിന് വേണ്ടിയല്ല, പരിവസിക്കപ്പെട്ടവളായി ഇരിക്കുന്നതിന് വേണ്ടിയല്ല, നിന്നാമാത്രമായി തീരേണ്ടതിന് വേണ്ടിയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നത്. ആമേൻ 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 ഇരിക്കുന്ന ഇടത്തു നിന്ന് കരം പിടിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസിയെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണെന്ന് ആമേൻ ഇന്ന് പൽക്കാലം വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. അതുകൊണ്ട് ആത്മാവിൽ കുതിച്ചെഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. റീബൽ ഖമാനഗരകർത്തന ശൈനമനഗരകദന റബലഗരകദന എല്ലാ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും റീബാന്തര ഘടകസ്മനി അന്തിരേ വൈഡകന ജീവൽ ഖമാനക വൈഡമന ആമേൻ. കർത്താവ് എല്ലാ പ്രയാസങ്ങളും വഴിമാറട്ടെ. ആമേൻ. ആത്മാവിൽ കുതിച്ചെഴുന്നേൽക്കട്ടെ കർത്താവേ. റബല ഹന്തന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെ ഒരു അഭിഷേകത്തെ തന്റെ മകളുടെ ജീവിതത്തിന് മേൽ ഇടുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ആമേൻ. സദൃശ്യവാക്യം 25 അതിന്റെ 11 പ്രകാരം പറയുന്നു, തക്ക സമയത്ത് പറയുന്ന വാക്ക് ആമേൻ വെള്ളിത്താലത്തിൽ വെച്ചിട്ടുള്ള പൊന്നാരങ്ങ പോലെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ സദൃശ്യവാക്യം 25:11 എല്ലാവരും ഓർത്തിരിക്കുക, തക്ക സമയത്ത് പറയുന്ന വാക്കാണ്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് അങ്ങോട്ട് മാറിപ്പോയി നിന്ന് പുറംതിരിഞ്ഞു നിന്ന് അവരില്ലാത്തപ്പം ഫോൺ വിളിച്ച് ആമേൻ മറ്റുള്ളവരുടെ അഭാവത്തിൽ പറയുന്നത് ഇതൊന്നുമല്ല. എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് പറയണം, അധികമായി ഒന്നും പറയരുത്. അതിന് വെള്ളിത്താലത്തിൽ വെച്ചിട്ടുള്ള പൊന്നാരിങ്ങ പോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന ആത്മീയ വർധനവ് വരുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ആമേൻ വചനം മാത്രം നമ്മൾ പറയണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്ന യാതൊരു വിധമായ വാക്കുകൾ നമ്മൾ പറയരുത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ മക്കളുടെ നാവിന് 2 വിധത്തിലുള്ള നിയന്ത്രണം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ മക്കളുടെ നാവിന് ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് എങ്ങനെയും ജീവിക്കാം, കർത്താവ് അവരെ കണക്കിടുന്നില്ല. എന്നാൽ ഒരു ദൈവ പൈതലാണോ 2 വിധത്തിൽ നമ്മൾ നമ്മുടെ നാവിനെ ആമേൻ ആമേൻ നമ്മൾ നിയന്ത്രിച്ചേ പറ്റുകയുള്ളൂ. ഒന്ന്, ദൈവത്തിന്റെ മുൻപാകെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. 2, ദുഷ്ടന്റെ മുൻപാകെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. അപ്പൊ ദൈവത്തിന്റെ മുൻപാകെ ഇരിക്കുമ്പോഴും സൂക്ഷിക്കണം, ദുഷ്ടന്റെ മുൻപിൽ ഇരിക്കുമ്പോഴും സൂക്ഷിക്കണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സഭാപ്രസംഗി 5 അതിന്റെ 2 സഭാപ്രസംഗി 5 അതിന്റെ 2 ഹല്ലേലൂയ. അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കും ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം വ്യക്തപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അതിവേഗത്തിലൊന്നും പറയരുത്, എടുത്തു ചാടി പറയരുത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വാക്ക് പോലും ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം വ്യക്തപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നമ്മൾ ഭൂമിയിലുമാണ്. നാം പറയുന്ന ഓരോ വാക്കിനും നമ്മൾ കണക്ക് കൊടുക്കണം. അതിവേഗത്തിലൊന്നും നമ്മൾ പറയരുത്, എടുത്തു ചാടി പറയരുത്. ഹല്ലേലൂയ ആമേൻ. നമുക്കറിയാം ഒത്തിരി കഷ്ടതയിലൂടെ നടന്നുപോയ വ്യക്തിയാണ് യോബ്. യോബിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, എല്ലാ സമ്പത്ത് കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട നീതിമാനും നല്ലവനും ദോഷം വിട്ടകലുന്നവനും ആമേൻ യോബിനെ പോലെ ആരും ഉണ്ടായിരുന്നില്ല. നീതിമാനാ, നല്ലവനാ, ദോഷം വിട്ടകലുന്നവനാ, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാ, ദൈവത്തിന്റെ ഹിതപ്രകാരം ഇഷ്ടപ്രകാരം ജീവിച്ച യോബ് എല്ലാ കഷ്ടങ്ങളും വന്നപ്പോൾ ഹല്ലേലൂയ ഒറ്റയടിക്ക് സകല നന്മകളും അങ്ങ് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവിടെ ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മൾ കാണുന്ന സമ്പൽ സമൃദ്ധിയിൽ നിന്ന് ഒരു നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്തുവായിരിക്കും പറയുന്നത്?
ഹല്ലേലൂയ സ്തോത്രം. ഒരൊറ്റ സമയത്ത് പോലും ഇയ്യോബ് ഭോഷത്വം ആരോപിച്ചില്ല. ഇയ്യോബിന് വേണേ പറയാമായിരുന്നു, ഹല്ലേലൂയ, ഇയ്യോബിന്റെ ഭാര്യയോട് പോലും പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഇത് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം ആമേൻ മഹത്വപ്പെടട്ടെ. ദൈവത്തിന് അപ്പോഴും മഹത്വം കൊടുത്തു. എനിക്കുള്ള എല്ലാ നന്മകളും ദൈവം തന്നതാ. ഒന്ന് നമ്മുടെ അധ്വാനം കൊണ്ട് സമ്പത്ത് കൂടുന്നില്ലെന്ന വചനം പറയുന്നത്. നമ്മുടെ അധ്വാനത്തോടൊന്നും കൂടുന്നില്ല. ദൈവം ദൈവത്തിന്റെ കൃപയാലാണ് നമുക്ക് നന്മകൾ തരുന്നത്, അനുഗ്രഹങ്ങൾ പകരുന്നത്. ഹല്ലേലൂയ. അല്ലാതെ മനുഷ്യൻ രാപകൽ കിടന്ന് അധ്വാനിച്ചിട്ടാണോ? ഒന്നുമല്ല പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ തരുന്നതാ. അപ്പൊ ദൈവം തരുന്നത് എടുക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന നന്മകൾ ഒരുപക്ഷെ മാറ്റപ്പെട്ടു പോയാലും നമ്മള് ആമേൻ ദൈവത്തിന് വിരോധമായ ഒരു വാക്ക് പോലും സംസാരിക്കരുത്. ഇസ്രായേൽ മക്കൾക്ക് ആമേൻ അവരുടെ ഇറച്ചി പല്ലിനിടയിൽ ഇരിക്കെ തന്നെ അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. നന്മകൾ കൊടുത്തു, അനുഗ്രഹങ്ങൾ കൊടുത്തു, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി വിട്ടുപിരിയാതെ ദൈവത്തിന്റെ മഹത്വം അവരോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം അവരെ ഏതെല്ലാം വിധത്തിൽ വഴി നടത്തിയെന്ന് കണ്ട ഇസ്രായേൽ മക്കൾ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് മിസ്രയീമിലായിരുന്നാൽ മതിയായിരുന്നു, ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇറച്ചി ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ആമേൻ ദൈവത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ, അവരുടെ വാക്കുകൾ കൊണ്ട് നിന്ദിച്ചപ്പോൾ, കയ്യെത്തും ദൂരത്ത് ലിവ്യാഥാന്റെ തലയെ തകർത്ത് ആമേൻ അങ്ങനെ പപ്പും കൂടെയും വെച്ചുപിടിപ്പിച്ച് മരുഭൂവാസികൾക്ക് അതിനെ ആഹാരമാക്കി കൊടുത്ത് ആമേൻ കാടപക്ഷികളെ കയ്യെത്തും ദൂരത്ത് നിൽക്കുമാറാക്കി ആമേൻ അതിന്റെ ഇറച്ചി തിന്നോണ്ടിരുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ഹല്ലേലൂയ. ഇവരാരും തന്നെ കനാൻ നാട് കണ്ടില്ല. പ്രിയമുള്ളവരെ, നമുക്ക് വാഗ്ദത്തമുണ്ട്. പലപ്പോഴും ഈ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റാത്തത് നമ്മുടെ നാവാ കാരണം. നമ്മളത് അറിയുന്നില്ലെന്നും അത് മനസ്സിലാക്കുന്നില്ലെന്നും മാത്രമേ ഉള്ള. പ്രിയമുള്ളവരെ, എല്ലാവരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആമേൻ ഏറ്റുപറഞ്ഞ ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. അപ്പോൾ നമ്മള് ദൈവത്തിന്റെ വകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിവേഗത്തിൽ നമ്മൾ ഒന്നും പറയാതെ, ദൈവസന്നിധിയിൽ ഒരു വാക്കുപോലും ഉച്ചരിപ്പാൻ ബന്ധപ്പെടാതെ ഏറ്റവും നല്ല വേടുകൾ വചനം നമ്മൾ പറയണം, സ്തുതിയും സ്തോത്രവും നമ്മൾ പറയണം. അന്യഭാഷ പ്രാപിച്ചവരാണെങ്കിൽ നിരന്തരം നമ്മൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. വളരെ ആലോചിച്ച ശേഷം മാത്രമേ പ്രിയമുള്ളവരെ നമ്മളൊരു വാക്ക് പറയാവുള്ളൂ. മറ്റുള്ളവരുടെ മുൻപാകെ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അധികമായി സംസാരിക്കരുത്. ഹല്ലേലൂയ. പ്രതികൂലം വന്നോ നമ്മൾ മിണ്ടാതെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമുക്കായി മിണ്ടുവന്നേരം, ദൈവം നമുക്കായി പ്രവർത്തിക്കുമെന്നേരം. ഹല്ലേലൂയ. സങ്കീർത്തനം 39 അതിന്റെ 1-ാം വാക്യം, സങ്കീർത്തനം 39 അതിന്റെ 1-ാം വാക്യം ഇപ്രകാരം പറയും, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുൻപിലിരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ദുഷ്ടൻ എവിടെയായിരിക്കും നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ ഖെറൂബായിരുന്നു, ദേവപർവ്വതത്തിൽ ഇരുത്തിയ ഖെറൂബായിരുന്നു ലൂസിഫർ. ആമേൻ. പിതാവായ ദൈവത്തെ പോയി വണങ്ങുന്നതിന് മുൻപ് ഈ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരിക്കുന്ന ഈ ഖെറൂബിനെ, ലൂസിഫറിനെ പോയി വണങ്ങിയിട്ടായിരുന്നു എല്ലാവരും ഈ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ആമേൻ സർവാംഗ സുന്ദരനായ അവൻ അങ്ങനെ ഇരുന്ന് അവനെ ഹല്ലേലൂയ അലങ്കരിച്ച് വെച്ച് ഹല്ലേലൂയ ഈ മഹത്വങ്ങളൊക്കെ കിട്ടിയപ്പോ അവൻ പറഞ്ഞു, ദൈവത്തിന് മീതെ ഞാൻ എന്റെ കൂടാരം പണിയും. അവന്റെ ഹൃദയം നിഗളിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അല്പമാത്രം സൗന്ദര്യമുള്ള യവൻ ഈ സർവാംഗ സുന്ദരനായ കർത്താവ് പിതാവ് അവിടെ ഇരിക്കലെ അവൻ പറഞ്ഞു, ഞാൻ എന്റെ സിംഹാസനം എൻ ദൈവത്തിന് മീതെ പണിയുമെന്ന് പറഞ്ഞപ്പോൾ ഇവനെ വെട്ടി താഴെ ഇട്ടു. അപ്പോൾ ഈ ലൂസിഫറും ആമേൻ അവന്റെ കൂട്ടാളികളും ആകാശമണ്ഡലത്തിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇവൻ ഈ ദേശത്ത് നമ്മുടെ ഇടയിൽ വന്നും പോയി അവന്റെ കൂട്ടാളികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് പുറത്തോട്ട് വീഴുന്നത് കേൾക്കുവാൻ അതിനെ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിൽക്കുവാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ നാവ് കടിഞ്ഞാണിട്ട് കാക്കണം. ഹല്ലേലൂയ. അങ്ങനെയല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞേക്കുന്നത്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും. നമ്മൾ മറ്റുള്ള എല്ലാ പാപങ്ങളും ചെയ്യാതെ ഇരുന്നിട്ട് നാവിനെ സൂക്ഷിക്കാതെ ഇരുന്നാൽ എന്ത് പ്രയോജനം? സ്തോത്രം. ദുഷ്ടൻ അപ്പോൾ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അരുതാത്ത എന്തെങ്കിലും പറഞ്ഞാൽ, പിശാചിന്റെ എന്തെങ്കിലും സ്വഭാവം നമ്മളെ കാണിച്ചാൽ അന്നേരം അതുകൊണ്ട് അവൻ പോകും. ഹല്ലേലൂയ. സദൃശവാക്യം 17 അതിന്റെ 14 ഇപ്രകാരം പറയുന്നത്. സദൃശവാക്യം 17:14, ആകയാൽ കലഹമുണ്ടാകുന്നതിന് മുൻപേ തർക്കത്തിന്റെ വാക്കുകൾ നിർത്തിക്കളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ തർക്കം ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം നമ്മുടെ ഭവനത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഭവനത്തില് കലഹം ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? തർക്കത്തിന്റെ വാക്കുകൾ നമ്മൾ നിർത്തിക്കളയണം. എത്രയോ തവണ കർത്താവായ യേശുക്രിസ്തു ദുഷ്ടന്മാരുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്നു. ഇവരോടൊക്കെ പറഞ്ഞുകൂടായിരുന്നു കർത്താവിന്. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവിനെ തന്നെ ഏറ്റവും ആദ്യം വചനത്തിലൂടെ വെളിപ്പെടുത്തിയത്. പിതാവ് പറഞ്ഞതല്ലാതെ പുത്രൻ ഒന്നും സ്വതമേ സംസാരിച്ചില്ല. ഹല്ലേലൂയ. വേണമെങ്കിൽ സദൂശന്മാരോടും സദൂക്യരോടും പരീശന്മാരോടും എല്ലാവരോടും കലഹിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് ഒന്നും മിണ്ടിയില്ല. അതേസമയം ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നമ്മളാണെങ്കിലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയത്തെയാണ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത് എന്താ? നമ്മുടെ നാവിനെയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരുന്ന 120 പേരുടെ മേലും ഇറങ്ങി വന്നവരുടെ നാവിന്റെ മേലാണ് ഇരുന്നത്. നാവിന്റെ നിയന്ത്രണമാണ് ഏറ്റെടുത്തത്. അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നാവിന്റെ ശക്തി അറിയണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലോട്ട് നോക്കിയാൽ മതി. നമ്മുടെ അനുഗ്രഹമായോ അത് പല മേഖലകളിലും കെട്ടപ്പെട്ട് കിടക്കുവാണോ? കാരണം പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് തീനാവായി വെളിപ്പെട്ടവരുടെ നാവിന്റെ മേലാണ്. അതുകൊണ്ട് വളരെ നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നമ്മുടെ നാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിനെ അറിയാവുന്നത് പോലെ പിശാചിനും അറിയാം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവം ഉപയോഗിക്കും. നമ്മുടെ നാവിനെ പിശാചിന് വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ പിശാച് ഉപയോഗിക്കും. ഹല്ലേലൂയ. അതിന് എത്രയോ ഉദാഹരണങ്ങൾ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. യോശുവ പറഞ്ഞു, സൂര്യാനി ഗിബെയോനിലും ചന്ദ്രാനി അയ്യാലോൻ താഴ്വരകളിലും നിൽക്കാം. നിന്ന പ്രിയമുള്ളവരെ, എത്ര വ്യക്തമായിട്ട് ആ വചനം ഇടപെടുന്നത്. ആ യോശുവയുടെ വാക്കിന്, യോശുവ ഇതിനു മുമ്പ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഇങ്ങനെ പറയാൻ പോവുകയാ, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ഇത് ചെയ്തേക്കണേ. മുൻകൂർ ജാമ്യം എടുത്തിട്ടാണോ? മുന്നമേ ഇങ്ങനെ പറഞ്ഞിട്ടാണോ? സാഹചര്യങ്ങളെ കണ്ടിട്ട് യോശുവ വിളിച്ചു പറയുക, സൂര്യാനി ഗിബെയോനിൽ നിൽക്ക്, ചന്ദ്രാനി അയ്യാലോൻ താഴ്വരകളിൽ നിൽക്ക. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അപ്രകാരം ചെയ്തു. ഇന്ന് പകൽക്കാലം നമ്മുടെ നാവിന്റെ മേലും ഇതാ സംഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ ചിലത് നിൽക്കേണ്ടത് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അസ്ഥി താഴ്വരകളിലേക്ക് കൊണ്ടുപോയപ്പോൾ പ്രവാചകനോട് ചോദിച്ചില്ല, പ്രവാചക നീ എന്ത് കാണുന്നു? പ്രവാചകൻ നോക്കിയപ്പോ കുറെ അസ്ഥികൾ കാണുന്നു. പ്രവാചകനോട് പറഞ്ഞ, പ്രവാചക നീ തന്നെ പ്രവചിക്കുക. ഹല്ലേലൂയ. മറ്റാരെയും വിളിച്ചു നിർത്തിക്കൊണ്ടല്ല പ്രവചിച്ചത്, കർത്താവിനല്ല പ്രവചിച്ചത്. കർത്താവിന് ആ സ്ത്രീകൾ കർത്താവത്തെ വാക്ക് പറയുക പോലും വേണ്ട, ഒന്ന് നോക്കിയാൽ പോരെ, അത്ഭുതം നടക്കുമല്ലോ. പക്ഷെ കർത്താവ് എന്തുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക നീ കൽപ്പിക്കും? 4 ദിക്കിനോടും കൽപ്പിച്ചു. ഹല്ലേലൂയ. തലയേതാ, കൈവേറെ, കാലുവേറെ, അസ്ഥികൾ ഏതാണ് തിരിച്ചറിയാതെ ബന്ധം വേർപെട്ട് കിടന്ന അസ്ഥി താഴ്വരകളിലേക്ക് നോക്കി പ്രവാചകൻ കൽപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ, അതാതിന്റെ സ്ഥാനത്തേക്ക്, ഹല്ലേലൂയ, ഷേർലിയുടെ തന്നെ തലയിലുള്ള തലയും ഉടലുകളും കൈകാലുകളും മാംസങ്ങളും ത്വക്കുകളും ഞരമ്പുകളും എല്ലാം വന്നു ചേർന്നു. മറ്റാരുടേതും വന്നു ചേർന്നില്ല. ഹല്ലേലൂയ. ആരുടേതാണോ ബന്ധം വേർപെട്ട് കടന്നത് അവരുടേത് തന്നെ അതിനോട് വന്ന് യോജിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അസ്ഥികൾ ജീവനുള്ള ദേഹിയായി തീർന്നൊരു മഹാസൈന്യമായി മാറി. ആര് കൽപ്പിച്ചിട്ടാ?
പ്രവാചകൻ കൽപ്പിച്ചു. ഇതുപോലെ പ്രിയമുള്ളവരെ, ഈ സൂം മീറ്റിംഗിൽ കയറിയിരിക്കുന്ന സകലരോടും ദൈവത്തിന്റെ ആത്മാവിന് ഒന്നേ പറയുവാനുള്ളൂ. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി കൽപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വഴിമാറാൻ പറയണം. സാഹചര്യങ്ങളെ പ്രതികൂലമാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ സാഹചര്യങ്ങളോട് ഞാൻ കൽപ്പിക്കുന്ന വഴിമാറ്. ഈ പ്രതികൂലമേ വഴിമാറ്. ജീവനില്ലാത്ത അവസ്ഥയാണോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു, ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹ്രീമനഗരഗദന ശന്തരാറിബൽ ഖമാനഗരഗർത്തിന പ്രൗഢ. നമുക്കറിയാം പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും ഭംഗിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു. സാറാഫുകൾ വന്ന് ദൈവത്തെ എങ്ങനെ സ്തുതിക്കുന്നു. രണ്ടുകൊണ്ട് കണ്ണുമൂടി, രണ്ടുകൊണ്ട് കാൽമൂടി, രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ കണ്ട് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. അപ്പാ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. ആമേൻ. തന്റെ കണ്ണുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടപ്പോൾ ഉസിയാവിനൊന്ന് മനസ്സിലായി, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നത് കൊണ്ട് ഞാനും ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവൻ. ആ യാവതയുടെ തിങ്കൾ കത്തിക്കൊണ്ടിരിക്കുന്ന കൊടില് കൊണ്ടുവന്നു ദൂതൻ ആ നാവിനെ ഒന്ന് തൊട്ടു. ഹല്ലേലൂയ. ആ നാവിനെ ശുദ്ധി വരുത്തി. ഹല്ലേലൂയ. നാവിനെയാ തൊടേണ്ടത്, നാവിനാണ് ശുദ്ധി വരേണ്ടത്. ഈ നാവ് മുഖാന്തരമാണ് നമ്മുടെ എല്ലാ കഷ്ടങ്ങളും, എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഈ നാവ് മുഖാന്തരമാണ്. നമ്മൾ കഷ്ടത്തിലായിപ്പോയത്, നമ്മൾ കുഴിയിലായിപ്പോയത്, ഉണ്ടവയിലായിപ്പോയത്, ഇതെല്ലാം പറഞ്ഞ് അനുഗ്രഹത്തിലേക്കൊന്ന് തിരിക്കാൻ പറ്റുമോ നമുക്ക്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, എലീശ പ്രവാചകനെ കളിയാക്കിയ ആ കുട്ടികളെ തന്റെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടപ്പോഴാണ് പെൺകരടികൾ എല്ലാം കൂടെ വന്ന് കടിച്ചു തീർക്കുന്നത്. ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ദേശത്ത് 3 മാസവും ഇനി മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. സംഭവിച്ചോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. എത്ര എത്ര ദൃഷ്ടാന്തങ്ങൾ ആ വചനത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത്. ശകാനഗരകർത്തന പ്രൗഢ, അസ്തുരീക വേദകൾ ഖമാനഗരകർത്തന പ്രൗഢ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ പറയണം, നമ്മൾ തന്നെ പറയണം. ഒരുപക്ഷെ എല്ലായിടത്തും പാസ്റ്റേഴ്സിന് വരാൻ പറ്റിയില്ല എന്നിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന പലരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല എന്നിരിക്കും. പക്ഷെ നമ്മൾക്ക്, ഹല്ലേലൂയ, നമ്മൾക്ക് പറ്റും പറയുവാൻ. നമ്മൾ പറയണം. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി നമ്മൾ പറയണം. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം, യിരെമ്യാവ് 15:19, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായെ പോലെയാകും. അപ്പോൾ നമ്മള് അധമമായതെന്ന് മാറ്റണം, ഉത്തമമായത് നമ്മൾ പ്രസ്താവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തമമായത് പ്രസ്താവിക്കുവാൻ റെഡിയാണോ? അങ്ങനെയെങ്കിൽ അത് ചെയ്തു തരുവാൻ കർത്താവും റെഡിയാണ്. ഹല്ലേലൂയ. കർത്താവ് എന്താ പറയുന്നത്? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന് രാജാ പ്രവേശിക്കട്ടെ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ എന്ന് പ്രവേശിക്കട്ടെ. ഹൃദയത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുക്കുമോ ഇന്ന് പകൽക്കാലം? ഉത്തമമായത് പ്രസ്താവിക്കേണ്ടതിന് നാവിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, കപ്പൽ എത്ര തന്നെ വലുതായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, അത് കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുകയാണ്. നമ്മുടെ ശരീരം, നമ്മുടെ പ്രതാപം എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര സൗന്ദര്യമുള്ളവരായിക്കൊള്ളട്ടെ, എത്ര വലിയ മഹത്വവും കുടുംബ മഹിമയും കുലശ്രേഷ്ഠതയും പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയുവാൻ ഉണ്ടായിരിക്കാം, ജോലിയുടെ കാര്യങ്ങൾ, ഞാൻ ഇന്ന വീട്ടിലെയാണെന്ന് പറയാനുണ്ടായിരിക്കാം. പക്ഷെ അത് എത്ര വലിയ കൊടുങ്കാറ്റടിച്ച് ഓടുന്നതാണെങ്കിലും, എത്ര മഹത്വം വീമ്പളക്കാൻ ഉണ്ടെങ്കിലും, ഈ നാവിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, നമുക്ക് ഇഷ്ടമുള്ള ദിക്കിലേക്കാണ് നമ്മൾ ഇതിനെ തിരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യ കണി കാണാൻ നമുക്ക് പറ്റുകയില്ല.
എത്ര പേർക്ക് വചനം വായിക്കുവാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. മനുഷ്യർക്ക് ആർക്കും മേൽക്കുവാൻ പറ്റാത്ത ഈ നാവിനെ, മരണകരമാകുന്ന വിഷം നിറഞ്ഞിരിക്കുന്ന ഈ നാവിനെ, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കുവാനോ കൊണ്ട് പറ്റുമോ പ്രിയമുള്ളവരെ? ഒരു ദിവസം ഞാന് ഹല്ലേലൂയ അതിരാവിലെ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു ദർശനം തന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരുപാട് പേർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെയും കാണിച്ചു, ഞങ്ങളുടെ സഭയിലുള്ള സകല വ്യക്തി ജീവിതങ്ങളെയും കാണിച്ചു. ഞങ്ങൾ ഈ സഭയിലെ വ്യക്തികളെ ഇങ്ങനെ നയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്നും ഇവിടുന്നുമൊക്കെ അന്ത്യനാളായപ്പോഴേക്ക് കല്ലേറുണ്ടാകുന്നു. ഞങ്ങൾ വചനം വായിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങള് മുൻപോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിലുള്ള കുറെ പേരെയും ആ കൂട്ടത്തിൽ കാണിച്ചു. ഹല്ലേലൂയ. ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന യാത്രാമധ്യേ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ ഈ യാത്രയുടെ മധ്യത്തിൽ വിലങ്ങതടിയായി നഗ്നയായി കിടക്കുന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ആ സ്ത്രീയെ നോക്കുക. ഞാൻ ആ സ്ത്രീയെ നോക്കിയപ്പോൾ അവളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഉയർന്നു വരുന്നതോറും സൗന്ദര്യം കൂടി വരുന്നു. ഈ ലോകത്തിലുള്ളവർ ആമേൻ ഈ ഫ്ലൈറ്റിലേക്ക്, അതായത് നിത്യതയിലാക്കി പോയിക്കൊണ്ടിരിക്കുന്ന സകലരും ഈ സുന്ദരിയായ സ്ത്രീയെ, അവളുടെ ശരീരത്തിന്റെ ഭാഗത്തിന്റെ സൗന്ദര്യത്തെ ദർശിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ നിത്യത നോക്കി ലാക്കായിപ്പോയ നല്ല ഒരു കൂട്ടം ആൾക്കാരും ഈ നഗ്നമായ സ്ത്രീയുടെ മുൻപാകെ വന്നപ്പോ സ്റ്റക്കായിപ്പോയി. അവരിടവും വല്ലതും പിന്നെ നോക്കിയതേയില്ല. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ നോക്ക്. ഞാൻ നോക്കിയപ്പോൾ വളരെ ചെറിയ ഒരു കൂട്ടം ജനം, അവർക്ക് ഈ ലോകത്തിലെ യാതൊന്നും അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിലുള്ളത് ഈ വേദപുസ്തകം മാത്രമാണ്, വചനം മാത്രം. അതവർ നൂത്തുവെച്ചിരിക്കുന്നു. ഇങ്ങനെ നോക്കി വചനം മാത്രം അവരിങ്ങനെ നോക്കി വായിച്ചവർ മുന്നോട്ട് പോകുന്നു. കർത്താവ് എന്നോട് പറഞ്ഞത്, ഈ കാണുന്ന ഒരു കൂട്ടത്തെ ഞാൻ ഇതുവരെ ലോകത്തിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. ലോകത്തിൽ ആമേൻ അവർക്ക് യാതൊരു കാര്യവുമില്ല. അവരാരും കാണാതെയും അറിയാതെയും തങ്ങളെ തന്നെ സൂക്ഷിച്ച് അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് വചനം വായിച്ചും പാടിയും പ്രാർത്ഥിച്ചും ഇവർ മുന്നേറുന്നവരാണ്. ഇവർ നിത്യത മാത്രം ലാക്കാക്കി പോകുന്നവരാണ്. ലോകത്തിലെ ഒരു മ്ലേച്ഛതയിലും ഇവരില്ല. അത് മാത്രവുമല്ല, ഇവർ വചനം വായിക്കുന്നവർ, വചനം പഠിക്കുന്നവർ, വചനമുള്ളവർ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഈ ദൈവം കാണിച്ച ഈ ചെറിയ ഒരു കൂട്ടം ജനം മാത്രം അങ്ങനെ നടന്ന് ഫ്ലൈറ്റിനകത്തേക്ക് കയറി. കർത്താവ് ഈ ഫ്ലൈറ്റിന്റെ ഡോർ അങ്ങ് അടച്ചു. ബാക്കിയുള്ളവർക്ക് ആർക്കും കയറാൻ പറ്റിയില്ല. എനിക്കോ എന്റെ കൂട്ടുകാർക്കോ ഈ ചർച്ചിലുള്ള ആർക്കുമോ പ്രിയപ്പെട്ടവരെ കയറാൻ പറ്റിയില്ല. കർത്താവ് എന്നോട് പറഞ്ഞത്, നിനക്കും നിന്റെ കൂട്ടർക്ക് ഞാൻ ഒരു ചാൻസും കൂടെ തരുന്നു. വചനം പഠിക്കണം, വചനം വായിക്കണം. വചനമില്ലാതെ ഇനിയും സ്വർഗരാജ്യത്തിലേക്ക് ഒരു എൻട്രി ഉണ്ടാവുകയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വായിക്കുന്ന വചനമോ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോ ഒന്നുമായിട്ടില്ല. ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സഭയും ഒന്നുമായിട്ടില്ല. കാരണം കർത്താവ് എന്നെ കാണിച്ചത്, അവർ 24 മണിക്കൂറും വചനം വായിക്കുന്നു, വചനം പഠിക്കുന്നപ്പോൾ. ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ഇത് വചനം ദൈവമാണ്. ഈ ദൈവമില്ലാതെ പേഴ്സണലി ദൈവവുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരൊറ്റ വ്യക്തികൾ പോലും സ്വർഗരാജ്യത്തിൽ എൻ്റർ ആവുകയില്ല. നമ്മൾക്ക് വചനം വായിക്കാൻ പറ്റുമോ? സ്തുതിയും സ്തോത്രവും ആമേൻ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? അന്യഭാഷ പ്രാപിച്ചവർ ഇതൊന്ന് പ്രാപിക്കുവാൻ ആണ് എപ്പോഴും ഇതിനെ ഒന്ന് ആമേൻ എപ്പോഴും അന്യഭാഷയിൽ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, അതായത് ഈ ഭാഷ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമായി പറയാം. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നമ്മുടെ പാവങ്ങളെ കഴുകിക്കളയേണ്ടതിന് ആമേൻ കർത്താവ് പറഞ്ഞിരിക്കുന്ന ജലസ്നാനം നമ്മൾ ഏറ്റ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കാരണം ഇത് സ്വർഗീയമായ ഭാഷയാണ്. ഈ ഭാഷയില്ലാതെ സ്വർഗരാജ്യത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. നമ്മളിവിടെ മലയാളമോ ഇംഗ്ലീഷോ ഈ ലോകത്തിലെ എല്ലാ ഭാഷയും നമ്മൾ പഠിച്ചാലും ഇത് ജഡത്തിന്റെ ഭാഷയാ. സ്വർഗത്തിലെ ഭാഷ ദൂതന്മാരോട് സംസാരിക്കണമെങ്കിൽ, ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ഈ ഭാഷ നമ്മൾ പ്രാപിച്ചിരിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ കർത്താവ് ഇതിന് മാർഗരേഖ നമുക്ക് നൽകി തന്നിരിക്കുമ്പോൾ, എങ്ങനെയുള്ളവർ പോകുമെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുമ്പോൾ, ഈ വചനം അനുസരിച്ച് കൽപ്പന അനുസരിച്ച് പോകാത്ത വ്യക്തികൾക്ക് അവിടെ എൻ്റർ ആവാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
മാസികകൾ വായിച്ച്, നമ്മൾ വാരാന്ത്യ പതിപ്പുകൾ വായിച്ച്, നമ്മള് ലോകത്തിൽ മറ്റുള്ളവരോട് പല കാര്യങ്ങളും സംസാരിച്ച് വെറുതെ സമയം കളഞ്ഞ് സിനിമ കണ്ട് സീരിയലുകളെ കണ്ട് ലോകത്തിന് അനുരൂപരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നിശ്ചയമായും നമ്മൾ കൈവിടപ്പെട്ടു പോകുവാൻ ചാൻസ് ഉണ്ട്. നമ്മള് കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ, വചനം ബൈബിള് നൂത്തുവെച്ച് അല്ലെങ്കിൽ വചനം ഹൃദയത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ പറയണം. ആ സ്തുതിയും സ്തോത്രവും നമ്മൾ പറയണം. അന്യഭാഷയിൽ നമ്മൾ ദൈവത്തോട് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ അധരം, ആമേൻ, വായുകളെ നമ്മൾ തുറക്കണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാൻ പറ്റുമോ? ഒരു വായിൽ നിന്ന് തന്നെ സ്തുതിയും സ്തോത്രവും പുറപ്പെടരുത്. സ്തുതിയും സ്തോത്രവും ഒരു വായിൽ നിന്ന് തന്നെ സ്തുതിയും സ്തോത്രവും പുറപ്പെടുന്നതിനോടൊപ്പം തന്നെ ഭൂതത്തിന്റെ മൊഴികളും പുറപ്പെടരുത്. നമ്മൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കൊടുത്തിട്ട് ഭൂതത്തെ പ്രസാദിപ്പിക്കുന്ന ഭൂതമൊഴികൾ നമ്മുടെ നാവിന്മേൽ നിന്ന് വരരുത്. ഹല്ലേലൂയ. ഭൂതമൊഴികൾ നമ്മൾ പറയാറുണ്ടോ? വിശുദ്ധിക്ക് ഭംഗം വരുത്തുന്ന ഏത് വാക്കും ഭൂതമൊഴികളാണ്, ഭൂതത്തെ പ്രസാദിപ്പിക്കുന്ന വാക്കുകളാണ്. വിശുദ്ധിക്ക് ചേർച്ചയല്ലാത്തത് എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടോ പ്രിയമുള്ളവരെ? പരിശുദ്ധ ആത്മാവിനോട് പറയണം, അപ്പാ എന്റെ നാവിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ നാവിനെ തീനാവാക്കി മാറ്റണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കുവാൻ ആമേൻ അതിന്റെ ചാലകമായി എന്റെ നാവിനെ ഞാൻ സമർപ്പിക്കുകയാണ്. ഒരിക്കലും പിശാചിനെയോ അവന്റെ കൂട്ടാളികളെയോ പ്രസാദിപ്പിക്കുന്ന ഒരൊറ്റ വേർഡ് പോലും നമ്മുടെ നാവിന്മേൽ നിന്ന് വരരുത്. ഹല്ലേലൂയ. ഈ ഭൂതമൊഴികൾ ആദ്യം മധുരിക്കും, പക്ഷെ പിന്നെ അത് കഴിച്ചിട്ട് നമുക്കെതിരായി തിരിഞ്ഞു കൊത്തും. ഇത് അന്ത്യനാളെന്ന് പറയുന്ന ഒരു നാളുണ്ട്. കർത്താവിന്റെ ന്യായവിധി സമയത്ത് നമ്മൾ ഈ പറഞ്ഞ സകല വാക്കുകൾ നമുക്കെതിരായിട്ട് വരും. കർത്താവ് കാര്യം തീർപ്പാക്കുന്ന നാളിൽ നമുക്ക് ബലപ്പെട്ടിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മളെ മധുരിപ്പിക്കുന്ന വാക്കുകൾ, നമ്മളെ വഞ്ചിപ്പിക്കുന്ന വാക്കുകൾ, വഞ്ചനയുടെ വാക്ക് നമ്മൾ പറയുന്നുണ്ടോ? വശീകരണത്തിന്റെ വാക്കുകൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ വഞ്ചനയുടെ വാക്കുകളും ഈ വശീകരണത്തിന്റെ വാക്കുകളും കൈപ്പേറിയ ആദ്യം മധുരിക്കുന്ന വാക്കുകളും എല്ലാം ഭൂതത്തിന്റെ വാക്കുകളാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ വാക്കുകൾ, അതുകൊണ്ട് ആ വചനം പറയും, നിങ്ങളുടെ വാക്കുകൾ ഉവ്വ ഉവ്വ എന്ന് മാത്രമായിരിക്കട്ടെ, അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ശരിയല്ലേ? ഇതിലധികമായി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് അത് ദുഷ്ടനിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്തുമാത്രം വാക്കുകൾ ഓരോ ദിവസങ്ങളിലും സംസാരിക്കുന്നു. അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദുഷ്ടന്മാരായി മാറുകയല്ലേ ചെയ്യുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനെ കൊണ്ട് പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് റഹോബോത്ത് മിനിസ്ട്രി എന്ന് എഴുതിയിരിക്കുന്ന ആ സിസ്റ്ററിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സിസ്റ്ററിന്റെ കുലം വള്ളിയാണ്, എന്നാൽ ആ വള്ളിയുടെ സ്ഥാനത്ത് ഒരു ദേവദാരു നട്ടു. ഹല്ലേലൂയ. അത് ദേവദാരുവായി മാറി. ഹല്ലേലൂയ. അത് പടർന്ന് പന്തലിച്ച് അനേകർക്ക് ആമേൻ തണല് കൊടുക്കുന്ന ഒരു നിലവാരത്തിൽ യോഗ്യതയില്ലായിരുന്നു, പക്ഷെ കർത്താവ് കരം പിടിച്ചു. ഹല്ലേലൂയ. അനേകരെ ഇനിയും നീതിയുടെ മാർഗത്തിൽ നടത്തേണ്ടതിന് ദേവദാരുവാക്കി കർത്താവ് മാറ്റിയിരിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. മഹിമ പറയാനാണെങ്കിൽ വെറും വള്ളി മാത്രമാ, ഒന്നും പറയുവാനില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, യോഗ്യത ഇല്ലാതെ ഇരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് പറയുക, നിന്നെ ഞാനൊരു ദേവദാരുവാക്കി മാറ്റിയേക്കുക. ഹല്ലേലൂയ സ്തോത്രം. അനേകരുടെ ജീവിതത്തിൽ ഒരു ആശ്ചര്യമായി, ഹല്ലേലൂയ, ആശ്ചര്യം കൂറുമാറ്. ആമേൻ. ഹല്ലേലൂയ. ആരോഗ്യത്തിനും മീതെ, കഴിവിനും മീതെ, ആമേൻ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാര്യം പിടിക്കാൻ പോകുകയാണെന്ന്. ഹല്ലേലൂയ. ചില ദൈവപ്രവർത്തികൾ ഈ അന്ത്യനാളിൽ ചെയ്തെടുക്കുവാനുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന അറിയിക്കുകയാണ്. അരകന ഗജഗതന കടകസി അന്തുരാ വേദനൽക്കമാനരഗർത്തന.
ഇരുന്നു പോയ ഒരുപാട് ആൾക്കാരുണ്ട്, ആർക്കും വേണ്ടാതെ കിടക്കുന്ന. ആമേൻ. ചിലരെ കൂടെ കർത്താവ് ഓടിച്ചിതിനകത്ത് കയറ്റി അവർക്ക് നല്ല ആഹാരം കൊടുത്ത്, അവർക്ക് നല്ല വസ്ത്രം കൊടുത്ത്, അവർക്ക് ദൈവവചനം കൊടുത്ത് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു നിലവാരത്തില് ഹല്ലേലൂയ ഒരു ദേവദാരുവാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പടർന്ന് പന്തലിപ്പിച്ച് അതിനകത്ത് പക്ഷിമൃഗാദികളും അനേക മനുഷ്യരും വന്ന് കൂടുകൂട്ടി തണല് കൊടുത്ത് അനേകർക്ക് ആശ്വാസമാകുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കരം പിടിക്കുമെന്ന് വ്യക്തമായ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. അരകന ഘടകസിയ അധുരിക മനകാദേതകൾ ഘടകസി അമ്പനാവേദ രാജകൾ കമനം. ആമേൻ. ഗോഡ്സൺ ഫ്രാൻസിസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. മഴ മേഘങ്ങൾക്കും മീതെ. ആമേൻ ആമേൻ. കഴുകൻ ചിറകടിച്ച് ആമേൻ ഉയർന്നു കയറുന്നത് പോലെ ചിറകടിച്ച് ചില പ്രതികൂലങ്ങളുടെ മേൽ ആമേൻ ഇതുവരെ ആമേൻ ആമേൻ ചില കാക്കകൾ പറക്കുന്നത് പോലെ, ചില ആമേൻ ചെറിയ പക്ഷികൾ പറക്കുന്നത് പോലെ മാത്രമേ പറക്കുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇന്നു മുതൽ ജീവിതത്തെ കർത്താവ് തിരിക്കാൻ പോകുക. ഹല്ലേലൂയ, സ്തോത്രം. ആഹാസിന്റെ സൂര്യ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി പിന്നോക്കം തിരിയുമാറാക്കിയ ഒരു ദൈവത്തിന്റെ മഹത്വം ആമേൻ വെളിപ്പെടുത്തിയതുപോലെ തന്റെ മകന്റെ ജീവിതത്തിനകത്ത് ആമേൻ പ്രതികൂലത്തിന്റെ മീതെ ആമേൻ ജയിച്ചു കയറുന്ന, ചിറകടിച്ച് കയറുന്ന ആമേൻ ഒരു പുതിയ അഭിഷേകത്തെ പകർന്നു തന്ന ആമേൻ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മേൽ ഉയർന്നു പറക്കുവാൻ തക്കവണ്ണം ആമേൻ ഇതുവരെ കണ്ട കണ്ണ് ആമേൻ കാഴ്ച പോലെയല്ല, ചിലതിനെ ആഴമാറിയ നിലവാരത്തിൽ വചനത്തെ പരിശോധിച്ച് ആമേൻ വചനത്തിൽ ആഴത്തിൽ വേരൂന്നുന്ന ഒരു നിലവാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുമെന്ന് ഇന്ന് പൽക്കാലം വ്യക്തമായ ആലോചന അറിയിക്കുന്നു. റബനകരകഥന. ചിലർ നിനക്ക് വിരോധമായി വിധി എഴുതി. റീകൻ കരകടകസിയ അസ്ഥിരമനകതരകന. ഇത് ഇത്രമേ ഉള്ളൂ. അല്ല പൈതലെ, ഇത് ഇത്രയുമല്ല. ഇതിനെ കർത്താവാണ് വളർത്താൻ പോകുന്നത്. ഹാലേലൂയ. നീ ഒരു യോസഫാകുന്നു. നീ മതിലിന്റെ മേൽ പടരും. ഹാലേലൂയ. കർത്താവിനെ പടർത്തുമാറാക്കുമെന്ന് ഇന്ന് വായിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ഈ ബലത്തോടെ പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ഇരുന്ന് പോകുവാനല്ല. ഹല്ലേലൂയ. കുഴിക്കകത്ത് തള്ളിയിട്ടവരുടെ മുൻപാകെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഞാൻ പുറത്തെടുക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഇന്ന് പൽക്കാലം അത്യുന്നതനായവന്റെ ആമേൻ കരത്തിൽ കീഴിൽ താണിരിക്കുമെങ്കിൽ ആമേൻ നിനക്ക് കർത്താവ് ഒരു സമയം നിശ്ചയിച്ചതിനകത്ത് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ കർത്താവ് ഉയർത്തി മാനിക്കുമെന്ന്. ആമേൻ ആമേൻ. ഹാലേലൂയ. അനേകർ ദൈവരാജ്യത്തിലേക്ക് ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് ഒരുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരു പങ്കും ഓഹരിയും നൽകിത്തന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുമെന്ന് ഇന്ന് പൽക്കാലം വ്യക്തമായ ആലോചന അറിയിക്കുന്നു. ഈ ആലോചന ഏറ്റെടുക്കട്ടെ. ആമേൻ. കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹാലേലൂയ. റീമാന സന്തന റീബനി അസ്തിന വൈദകന ജീവൽ കമാനകരകർച്ചന പ്രൗഢ അരകന ജഗതൽ കടകസിയ. എന്നോട് വ്യക്തമായി പറയുന്നു, ഇതിനകത്തുനിന്ന് ചില പ്രാർത്ഥനാ പോരാളികൾ സിബി ബിജു, ഹല്ലേലൂയ, രമ്യ സുനീഷ്, സെലിൻ കോശി വ്യക്തമായി പറയുന്നു, വലിയൊരു പ്രാർത്ഥനാ പോരാളികളായി മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നിന്ന് ആഴത്തിൽ ആമേൻ ദൈവത്തിന്റെ ഹിതത്തെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന ആമേൻ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളവരായി ആമേൻ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുക. ചിലരുടെ മേൽ ആ പ്രാർത്ഥനാ പുതപ്പ് അറാധാന സന്ധന ജഗർത്ഥന പ്രൗഢ ചാറസ് ഹന്തൽ പ്രൗഢൻ ചർഗടകസ്മന അൻഡ്രമ സിന്തൽ പ്രൗഢൻ ജന സിവണ്ട്രന മാൻഡ്രന അൻഡ്രന സീൻഡ്രന ഹൻഡ്രല പ്രൗഷൻഡ്രല ഔറദനന റിബന്ധല റിബ ഷാണ്ടല പ്രൗഢ. എന്റെ കർത്താവും ദൈവവുമായുള്ളവേ, എന്റെ കർത്താവും ദൈവവുമായുള്ളവേ, ഈ ജനത്തെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ ജനത്തിന്റെ സ്ഥിതികളെ മാറ്റുമാറാകണമേ. ഈ ജനത്തിന്റെ സ്ഥിതികളെ മാറ്റുമാറാകണമേ. രാഗനകരകനാം അരമനക ജഗതല ഘടകസി അംബുര ജഗതനക വൈഡ ഹുരകനകരകഥന ശിമ കതുരിക ജഗതനകമന അമനകരകഥന. ഓമന ഡൽഹിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അനേകരെ തണുപ്പിക്കുന്ന ഒരു ഹൃദയം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇടപെടുകയാണ്. അനേകരെ തണുപ്പിക്കേണ്ടതിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹൃദയത്തിനുടമയാക്കി ചിലരങ്ങ് വീണ് പോകുന്ന സ്ഥാനത്ത് നിന്ന് അനേകരെ താങ്ങി നിർത്തുന്ന ഒരു നിലവാരത്തിലേക്ക്, അനേകർക്കൊരു താങ്ങും തണലുമായി
ഇത് എന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. അനേകരെ കർത്താവ് ആമേൻ അങ്ങനെ മുന്നിൽ കൊണ്ടുവരും. അവർക്ക് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വലിയ നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ വിടുതലുകളെ കൊടുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ചിലതിനെ ആമേൻ തീക്കൊള്ളിയായി വലിച്ചെടുക്കേണ്ടതിന് കർത്താവ് കണ്ടിരിക്കുക. ശിമനക അതുരിക ജഗതനക വന അതുരികമന ജഗതനക വമനക രഗതന ശിമല ജഗന ജഗർത്ഥുന പ്രൗഢ അംധാരി മനഗത ജേതകൾ കടകസി അംഭനവേദ രാജകൾ കമന. നാവിന്റെ മേൽ ഓമന സിസ്റ്ററിനോട് ദൈവത്തിന്റെ ആത്മ പറയും, നാവിന്റെ മേൽ അധികാരത്തെ കർത്താവ് പകർന്നിരിക്കുന്നു. കർത്താവ് പകർന്നിരിക്കുന്ന ഈ അധികാരത്തെ ആമേൻ ഉപയോഗിക്കുമെങ്കിൽ ആമേൻ വ്യക്തമായ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അത്ഭുതം കാണും, അത്ഭുതം സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ അത്ഭുതം സംഭവിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ചിലത് ഇടപെടാൻ പോകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വപ്നങ്ങളിലൂടെ, ചില ദർശനങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ പോകുക. ഹല്ലേലൂയ. സ്ഥിതികളെ കർത്താവ് മാറ്റാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബനക രീതല സന്തന റീവൽ ഖമാനക രഗർച്ചന പ്രൗഢ അമനക റീവലക ശന്തന പ്രൗഢ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് കാക്കുന്നു. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം ആർക്കും മെരുക്കുവാനും ആർക്കും ആമേൻ നിയന്ത്രിക്കുവാനും പറ്റാത്ത, ഒരിക്കലും ആർക്കും വഴങ്ങിക്കൊടുക്കാത്ത ആമേൻ ഈ മരണകരമാവുന്ന അസ്ത്രത്തെ, ഈ നാവിനെ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനൊന്ന് വിധേയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? ഈ നാവിലൂടെ കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പിന്നെയും കാണിച്ച ദർശനത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ആമേൻ. അതിഭയങ്കരമാകുന്ന ക്ഷാമം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വരാൻ പോകുകയാണ്. കർത്താവിനോട് പറഞ്ഞു, ഇന്ന് നമ്മൾ കഴിക്കുന്ന ചോറുണ്ടല്ലോ, അതിന്റെ ചോറ് ഉണങ്ങി 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 ആമേൻ അരിയായിരിക്കുന്ന ഒരു ചോറിൽ ഒരൊറ്റ അരിമണിയെ കർത്താവ് കാണിച്ചു. ഇതിന് കണി കാണാൻ പോലും കിട്ടുകയില്ല. കണി കാണാൻ പോലും കിട്ടാത്തൊരു ക്ഷാമകാലം മുന്നിൽ വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ഓടേണ്ടത് ലോകത്തിലേക്കല്ല ഓടേണ്ടത്. വസ്തുവകളെ സമ്പാദിച്ച് ആമേൻ നമുക്ക് സ്വർണങ്ങളും വാങ്ങിച്ചു വെച്ച് ആമേൻ ഈ ലോകത്തിൽ നമ്മൾ ധനത്തെ കരുതി അങ്ങനെയല്ല, ഇനി നമ്മൾ സ്വർഗരാജ്യത്തിലെ നിക്ഷേപമുള്ളവരാക്കി മാറ്റണം. ഇല്ലാത്തവർക്ക് കൊടുക്കണം, ആഹാരം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, സമ്പത്ത് കൊടുത്ത് സഹായിക്കണം, പ്രാർത്ഥിച്ച് സഹായിക്കണം. ആമേൻ. ദേവദാസന്മാരെയൊക്കെ കൈത്താങ്ങണം. ആമേൻ. ഒന്നുമില്ലാത്തവരെ ആമേൻ നമ്മൾ സഹായിക്കണം, കൈത്താങ്ങണം. സ്വർഗരാജ്യത്തിൽ നമ്മൾ നിക്ഷേപമുള്ളവരാക്കി മാറ്റണം. ഈ കാലം അതിവേഗം പറന്നു പോകും. ഇത് അതിവേഗം തീർന്നു പോകും. ഹല്ലേലൂയ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള സകല വിജ്ഞരും ആമേൻ ഈ മൺമറഞ്ഞുപോയി. കാല യവനിക ചക്രത്തിനുള്ളിൽ അവർ മറഞ്ഞുപോയി. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആമേൻ നാൾ സമീപിച്ചിരിക്കുന്നു. താമസമില്ലാ മധ്യാകാശത്തിൽ കാഹളം ജ്വലിക്കാൻ പോകുക. ഞാനും നിങ്ങൾ അതിനകത്ത് എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം. നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ കർത്താവിന് കൊടുക്കണം. നമ്മുടെ നാവിനെ നമ്മൾ കർത്താവിന് കൊടുക്കണം. നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കണം. അങ്ങനെയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കേട്ട വചനപ്രകാരം നമ്മുടെ നാവിനെ തീനാവാക്കി മാറ്റേണ്ടതിന്, മേൽത്തരമായ വെള്ളിയാക്കി മാറ്റേണ്ടതിന്, ഇരുവാഴ്ചയുള്ള നാവായി മാറേണ്ടതിന് നമ്മുടെ നാവിനെ നമുക്ക് സമർപ്പിക്കാം. ആമേൻ. ഈ നാവിലൂടെ അത്ഭുതം നടക്കട്ടെ. കർത്താവ് നമ്മുടെ ഈ വചനം മൂലം അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്നാം എല്ലാവരോടുമുള്ള ആമേൻ ഹല്ലേലൂയ ജീസസിനോടും സെലി സിസ്റ്ററിനോടും ഈ കൂട്ടായ്മയിലുള്ള ഓരോരുത്തരോടുമുള്ള എന്റെ വ്യക്തിപരമായ നന്ദി, ഞങ്ങളുടെ സഭയുടെ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം ഏവരെയും സമർത്ഥമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. താങ്ക് യു ഷേർലി സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം നമുക്ക് പകൽക്കാലം കേൾക്കുവാനായിട്ട് വലിയവനായ കർത്താവ് ഇടയാക്കി. പ്രിയ കർത്താവിന്റെ ദാസിയിലൂടെ വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിപ്പാനായിട്ടിടയായി തീർന്നു. കേൾക്കപ്പെട്ട